നമസ്കാരം. വിദ്യാധനം സർവധനാണ് പ്രധാനം. ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ മിക്കവാറും എല്ലാവരും പറയുക പഠന കാലഘട്ടം എന്നായിരിക്കും. ഇന്നിവിടെ നമ്മോടൊപ്പം ഈ വർഷം ലിവിംഗ് സെറ്റ് എക്സാമിൽ ഉന്നത വിജയം കൈവരിച്ച ഐറിൻ സെബാസ്റ്റ്യൻ, ആദിത്യ കൃഷ്ണ, ജോസ്യൻ ജിമ്മി, ജൂനിയർ സെറ്റ് എക്സാമിൽ എല്ലാ വിഷയത്തിനും 11A വാങ്ങിച്ച ക്ലൗഡിയ റെജി എന്നിവർ നമ്മോടൊപ്പമുണ്ട്. അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. അപ്പോൾ എല്ലാവർക്കും ആദ്യമേ തന്നെ നമസ്കാരം. ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളുടെ ബന്ധുക്കളും എല്ലാവരും നിങ്ങൾ നേരിട്ട് കണ്ട് അഭിനന്ദനങ്ങളുടെ ഒരു പ്രവാഹം തന്നെ നിങ്ങൾക്കിപ്പോൾ കിട്ടിക്കാണും അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് കൂടിയിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പഠനകാലത്ത് ഉണ്ടായിരുന്ന വിശേഷങ്ങൾ കുറച്ചൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോരുത്തരുടെ പേര് ചോദിക്കുന്നതിലും ഭേദം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ തന്നെ പേര്, എവിടെന്നാണ് വരുന്നത്, അല്ലെങ്കിൽ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് ജസ്റ്റ് ഓഡിയൻസിനോട് ഒന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. ഞാൻ ഐറിൻ സെബാസ്റ്റ്യൻ. ഞാൻ കൊളോണിയിലാണ് താമസിക്കുന്നത്. എൻ്റെ വീട്ടിൽ പപ്പയുണ്ട്, മമ്മയുണ്ട്, എനിക്കൊരു ചേച്ചിയുണ്ട്. എൻ്റെ പേര് ക്ലോഡിയ റെജി. എനിക്ക് 15 വയസ്സായി. ഞങ്ങൾ എൻ്റെ വീട്ടിൽ എൻ്റെ പപ്പയുണ്ട്, അമ്മയുണ്ട്, പിന്നെ എനിക്കൊരു ചേട്ടനുണ്ട്, എനിക്കൊരു അനീതിയുണ്ട്. ഞങ്ങളിവിടെ താലേന്നാണ്, പിന്നെ ഞങ്ങൾ നാട്ടിൽ കോട്ടയത്തുനിന്നാണ്. എൻ്റെ പേര് ആദിത്യ കൃഷ്ണൻ. ഞാൻ നേഴ്സിന്നാണ് വരുന്നത്. എൻ്റെ ഇവിടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്. നമ്മൾ 5 വർഷം മുന്നേ തൃശ്ശൂരിൽ നിന്ന് നാട്ടിൽ നിന്ന് വന്നതാണ്. പിന്നെ ഇനിയിപ്പോൾ കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ UK പോകാനാണ് പ്ലാൻ. നമസ്കാരം, എൻ്റെ പേര് ജസ്റ്റിൻ ജോച്ചിമി. ഞാൻ ആഷ്ഫോർഡ് കൗണ്ടി വിക്ലോയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ 4 പേരടങ്ങുന്ന കുടുംബമാണ്. ഞങ്ങളുടെ വീട്ടിൽ പപ്പയുണ്ട്, അമ്മയുണ്ട്. 6ാം ക്ലാസ് വരെ ബാംഗ്ലൂരിലാണ് പഠിച്ചത്. സന്തോഷത്തോടെ ഇരിക്കുന്നു. ഐറിൻ 600 വാങ്ങിച്ചു അല്ലേ? ആദിത്യൻ 595, ക്ലൗഡിയ 11 A വാങ്ങിച്ചു അല്ലേ? ജൂനിയർ സെറ്റ്. നമ്മളെങ്ങനെയാ 560 അല്ലേ? ജോസൻ 560 വാങ്ങിച്ചത്. നിങ്ങൾ റിസൾട്ട് അറിഞ്ഞപ്പോൾ ആദ്യം നിങ്ങൾക്ക് കിട്ടിയ റിയാക്ഷൻ എന്തായിരുന്നു? റിസൾട്ട് നിങ്ങൾ കാണുവാണോ, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാ അറിഞ്ഞത്? ഞാൻ നാട്ടിലായിരുന്നു ഒന്നാമത്. ഞാൻ എൻ്റെ അമ്മച്ചി മരിച്ചപ്പം അതിനുവേണ്ടി പോയിരിക്കുമായിരുന്നു. അപ്പം റിസൾട്ടിന് ഒന്നാമത് സ്കൂളിൽ ചെന്ന് എനിക്ക് റിസൾട്ട് മേടിക്കാൻ പറ്റിയില്ല. അപ്പം പിന്നെ ഞങ്ങൾക്ക് ഒരു പിന്നുണ്ടായിരുന്നു, അതിട്ട് ഇന്റർനെറ്റിൽ കൂടെ റിസൾട്ട് കണ്ടുപിടിക്കാനായിരുന്നു. അപ്പൊ പിന്നും കിട്ടുന്നില്ല, മൊത്തത്തിൽ പ്രശ്നമായിരുന്നു. അപ്പം മെയിൽ വഴിയാണോ? അല്ല, നമുക്ക് നേരത്തെ സ്കൂളിൽ നിന്ന് വരും പിന്നെന്താന്ന്. അപ്പൊ പിന്നെ അത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. മമ്മി ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ, ഞാൻ നാട്ടിലായിരുന്നു. അപ്പൊ പിന്നെ അതിന്റെ ഒരു ആകാംക്ഷയായിരുന്നു. ഈ കേട്ടത് സത്യമാണോ എന്നുള്ള ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പേടി അങ്ങനെയായിരുന്നോ? അല്ല, കുറെ നേരമായി, കുറെ എല്ലാവർക്കും റിസൾട്ട് ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ടാണ് എനിക്ക് കിട്ടിയത്. കാരണം പിന്നെ ഇല്ലായിരുന്നു. പിന്നെ കിട്ടിയപ്പം എനിക്ക് കാരണം ഞാൻ ഇവിടെ വന്ന് ഒന്നും കൂടെ നോക്കിയപ്പോഴാണ് എനിക്ക് വിശ്വാസമായില്ല. കാരണം അന്നേരം മമ്മി വിളിച്ചു പറഞ്ഞതല്ലായിരുന്നു. ആദിത്യ എങ്ങനെയായിരുന്നു? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, നാട്ടിലേക്കൊന്നും പോയില്ല. നാട്ടില് ഇവിടെ റിസൾട്ട് കിട്ടാന് കാരണം നാട്ടിൽ പോകാൻ ഈ വർഷം പ്ലാൻ ഇട്ടതായിരുന്നു, പക്ഷെ പോയില്ല. അന്ന് അമ്മ ഡ്യൂട്ടി പോയിരിക്കുകയായിരുന്നു. അമ്മ രാവിലെ ഡ്യൂട്ടി പോണ മുമ്പ് തന്നെ കാശ് വെച്ചിട്ട് ഒന്ന് അനുഗ്രഹിച്ചിട്ടൊക്കെയാണ് പോയത്. പിന്നെ സ്കൂളിലെത്തി, അച്ഛനും കൂടെ ഉണ്ടായിരുന്നു. അവിടെ പോയപ്പോ പിന്നെ എല്ലാവരും ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ക്ലാസ്സിൽ എനിക്കൊരു റൈവൽ ഉണ്ട്, റൈവൽ പറഞ്ഞിട്ടൊരു കുട്ടി, ഒരു കുട്ടിയാണ്, ഡാനിയൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആളുടെ കൂടെ ആയിരുന്നു ഇതുവരെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത്. അപ്പൊ അവൻ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു.
അവിടെ റിസൾട്ട് നോക്കാൻ നിങ്ങൾക്ക് രണ്ടുപേരും കൂടി ഒരുമിച്ച് പോയി നോക്കാനുള്ള ഒരേ ക്ലാസ്സിലാണ് നമ്മള് രണ്ടുപേരും. അപ്പൊ ആളുടെ റിസൾട്ട് പിടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ വന്നപ്പോ ആള് പറഞ്ഞു ഓക്കെ റെഡി ലെറ്റ്സ് ഗോ എന്നൊക്കെ പറഞ്ഞിട്ട് ആള് വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പൊ ഞാൻ എന്റെ റിസൾട്ട് പിടിച്ചു തന്നു. അപ്പൊ വേറെ കുറെ പേരുണ്ടായിരുന്നു അവിടെ. അവർക്ക് അറിയായിരുന്നു നമുക്ക് ആയിരിക്കും ഹയസ്റ്റ് കിട്ടുന്നതെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓക്കെ ഞാൻ കിട്ടി കഴിഞ്ഞിട്ട് നമ്മുടെ പ്രിൻസിപ്പൾ ഉണ്ടായിരുന്നു മിസ്റ്റർ ഓഫ് ഓണർ എന്ന് പറഞ്ഞിട്ട്. ആള് വന്നിട്ട് പറഞ്ഞു ഓക്കെ നിങ്ങൾ രണ്ടുപേരാണ്, നിങ്ങൾക്ക് നല്ല ആകാംക്ഷ ഉണ്ടാവും, ഇനി തുറന്നോളൂ, ഇപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്യണം നിങ്ങളുടെ റിസൾട്ട് അറിയാൻ വേണ്ടിട്ട്. അപ്പൊ നിങ്ങൾ വന്ന് തുറന്നോളൂ. അപ്പൊ നമ്മൾ രണ്ടുപേരും ഒരു മുക്കിൽ പോയി, റൂമിന്റെ മുക്കിൽ പോയിട്ട് നമ്മളിങ്ങനെ പതുക്കെ തുറന്ന് ഇങ്ങനെ തുറന്ന് എൻവലപ്പിലാണ്. അപ്പൊ എൻവലപ്പ് തുറന്നു കഴിഞ്ഞിട്ട് ഒരു ഷീറ്റ് ഉണ്ടാവും. അപ്പൊ ആ ഷീറ്റ് അങ്ങനെ തുറന്ന് നോക്കിയപ്പോ ഡാനിയലും ഞാനിങ്ങനെ ഒറ്റ സമയത്ത് തുറന്നു നോക്കി. അപ്പൊ എനിക്ക് 595 കിട്ടി. ഡാനിയലിന് എനിക്ക് 595 കിട്ടിയപ്പോ ഞാൻ യെസ് എന്ന് പറഞ്ഞു. 625 അല്ലേ മാക്സിമം. അപ്പൊ അല്ലെ 600 പോയിന്റ്. അപ്പൊ 600 പോയിന്റ് എനിക്ക് കിട്ടിയില്ല എന്നുള്ളതിന്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ 595 പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിയിരിക്കുന്നു. അപ്പൊ എനിക്ക് ഡാനിയിൽ ഭയങ്കര ചാടാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു നിനക്ക് എത്ര കിട്ടിയെന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു 600. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് അപ്പൊ ആ ഒരു ആകാംക്ഷയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് പോയപ്പോ അച്ഛൻ 595 കണ്ടപ്പോ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. നമ്മളത് പറഞ്ഞിട്ടിരിക്കുന്നു. നല്ല സീനായിരുന്നു. പിന്നെ ക്ലൗഡിയുടെ 11 സബ്ജക്റ്റിനും എ വാങ്ങിച്ചു. എങ്ങനെയായിരുന്നു ആ റിസൾട്ട് അറിഞ്ഞ ആ ഒരു സമയം? ഈ വെനസ്ഡേയിലായിരുന്നു റിസൾട്ട് കിട്ടിയത്. സോ എല്ലാവർക്കും എൻവലപ്പ് എടുത്തിട്ട് പ്രിൻസിപ്പൾ അവിടെ അനൗൺസ് ചെയ്ത് എല്ലാവരോടും ഒരുമിച്ച് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. അത് എന്റെ ഡെസ്കിന്റെ മുന്നേ വന്നു ഞാൻ ഓപ്പൺ ചെയ്യാനാണ്. അപ്പൊ എനിക്ക് വീട്ടിൽ ഓപ്പൺ ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ എന്റെ മുന്നിൽ വന്ന് അതെ എന്റെ മുന്നിൽ വന്ന് നിൽക്കുക, ഞാൻ ഓപ്പൺ ചെയ്യണം. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഓപ്പൺ ചെയ്തു. ഇങ്ങനെ പതുക്കെ ഓപ്പൺ ചെയ്തു. സോ 2-3 നേരം ആദ്യം കണ്ടപ്പം ഞാൻ പിന്നെ മുഴുവനായിട്ട് എടുത്ത് വെച്ചു. മുഴുവൻ സന്തോഷം. പിന്നെ ജോസിനെ എങ്ങനെയായിരുന്നു ആ നിമിഷങ്ങള്? ആദ്യത്തെ പോലെ അത്രയും എന്താ പറയുക എക്സൈറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ ലേറ്റ് ആയിട്ടാണ് പോയത്. ഞാൻ ലേറ്റ് ആയി പോയി ചെന്നപ്പോ പ്രിൻസിപ്പൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഓൾറെഡി റിസൾട്ട് മേടിച്ചു പോയായിരുന്നു. പ്രിൻസിപ്പളിനെ കണ്ട് ഷെയ്ക്കാൻ വന്നു യു ബി പ്ലീസ് വിത്ത് എന്ന് പറഞ്ഞു. എനിക്ക് അപ്പം മനസ്സിലായില്ല എന്താ ഉദ്ദേശിക്കണം. എന്നിട്ട് ഞാൻ തുറന്നു നോക്കി റിസൾട്ട് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തു. പക്ഷെ വിശ്വസിക്കാൻ പറ്റിയില്ല. പിന്നെ ഒന്നുകൂടെ കാൽക്കുലേറ്റ് ചെയ്തു. പിന്നെ പ്രിൻസിപ്പളിനെ കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യിപ്പിച്ചു. ഫൈനലി 3 പ്രാവശ്യം കാൽക്കുലേറ്റ് ചെയ്താണ് 560 എന്ന് ഉറപ്പിച്ചത്. അതെ ശരി, അത് വിശ്വസിക്കാനായിട്ടുള്ള ഒരു തീർച്ചയായിട്ടും ആണ് അല്ലേ. പിന്നെ എല്ലാവരുടെയും സെലിബ്രേഷൻ എങ്ങനെയായിരുന്നു? റിസൾട്ട് നമ്മൾ അറിഞ്ഞ് ഭയങ്കര സന്തോഷമുള്ള സംഭവമാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ആ നിമിഷം ഏറ്റവും സന്തോഷമുള്ള സമയമാണ്. അത് കഴിഞ്ഞിട്ടുള്ളൊരു സെലിബ്രേഷൻ പീരീഡിലുണ്ടല്ലോ. അതിപ്പോ വീട്ടില് പപ്പയും മമ്മിയും അല്ലെങ്കിൽ വീട്ടിലുള്ള എല്ലാവരുമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ കോളേജിലെ സുഹൃത്തുക്കൾ ഒരുമിച്ച് ഒരു പരിപാടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ? ഇല്ലേ, എങ്ങനെയായിരുന്നു? എനിക്ക് ഞാൻ നാട്ടിൽ കുടുങ്ങി പോയാ 11 മണിയായിരുന്നു രാത്രി. അപ്പൊ ആദ്യം ചെയ്യാൻ പറ്റിയ ചേച്ചനെ ഞാൻ കെട്ടിപ്പിടിച്ചു. പിന്നെ ഒരു ചേട്ടനെ കരഞ്ഞില്ലേ? കരഞ്ഞില്ലേ? സന്തോഷം കൊണ്ട് ഇല്ല, കൈയൊക്കെ നിറച്ചു. അത് ശരി. പിന്നെന്താ വിളിച്ചു പറഞ്ഞു നാട്ടിലോട്ടൊക്കെ ബാക്കിയുള്ളവരൊക്കെ. അപ്പൊ അവിടെ പരിപാടികളൊന്നും നടത്തിയില്ല? ഇല്ല, രാത്രി 11 മണിയായിരുന്നു. പിറ്റേ ദിവസം നടന്നാലോ, പിറ്റേ ദിവസം ആഘോഷിക്കാലോ. അല്ല, അന്നേരത്തേക്ക് ഈ ചടങ്ങുകളുടെ ഒക്കെ ഒരു തിരക്കിലായിരുന്നു. അതുകൊണ്ട് ഈ തവണ വലിയ ആഘോഷ പരിപാടികളൊന്നും ഇല്ല. എങ്ങനെയായിരുന്നു പരിപാടി? എനിക്ക് ഓർമ്മയില്ല. അന്ന് രാത്രി മിക്ക ഫ്രണ്ട്സും പുറത്ത് ബാറിലും അങ്ങനെയൊക്കെ കുടിക്കാൻ പോയിരിക്കുകയായിരുന്നു. അപ്പൊ പിന്നെ പക്ഷെ അച്ഛനും അമ്മയും ഒരു മ്യൂസിക് ഫെസ്റ്റിവലിന് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വിക്ലോലറ്റ്, എനിക്ക് ഓർമ്മയില്ല. അത് മറ്റേ ഒരു നാട്ടിൽ നിന്ന് അംജദ് അലി ഖാൻ മ്യൂസിക് വായിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു, സന്തൂർ വായിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. സന്തൂർ സിത്താർ, എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ആ മ്യൂസിക് ഒന്ന് കണ്ടിട്ട് പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് ഒരു പുറത്ത് പോയിട്ട് ഔട്ടിങ് ഒരു ഫുഡ് കഴിച്ചിട്ട് വന്നു. അതായിരുന്നു നമ്മുടെ സുഹൃത്തുക്കളായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ആഴ്ച അന്ന് രാത്രി സുഹൃത്തുക്കൾക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ഞാൻ വരാത്തതിന്റെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് വേറൊരു വീക്കെൻഡില് എന്റെ സുഹൃത്തുക്കൾ വന്നിട്ട് പറഞ്ഞു ഞാനും കൂടെ വരണം എന്ന് പറഞ്ഞിട്ട് എന്നെ കൂടെ കൊണ്ടുപോയി പുറത്ത്. പിന്നെ നമ്മൾ സിനിമ കണ്ട് ഫുട്ബോൾ കളിച്ച്. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ബാറിൽ പോയി എന്ന് പറഞ്ഞു. ഇപ്പൊ ചിലപ്പോ നമ്മളുടെ സിസ്റ്റം അനുസരിച്ച് ചിലപ്പോ നമുക്ക് പോകാൻ പറ്റാത്തതാകാം, അല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ലാത്ത അങ്ങനെ വരാം അല്ലേ? ഇതിനകത്ത് ഏതായിരുന്നു പോകാൻ? എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ ഞാൻ അവിടെ പോയിട്ട് കുടിക്കില്ല. ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ എനിക്ക് 19 വയസ്സായല്ലോ. അപ്പൊ ഞാൻ ബാറിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ട് അവര് കുടിക്കാൻ തുടങ്ങുമ്പോ ഞാൻ ഒരു വേണിച്ച ഒരു കോക്കോ ഫാന്റോ അങ്ങനെ വല്ലതും ഓർഡർ ചെയ്തിട്ട് ഞാൻ അവിടെ കൂടി സംസാരിച്ചു. കാരണം അത് തന്നെ അവിടെ താങ്കളുടെ
പ്രസൻസ് അവർക്ക് പ്രസൻസ് ആണ്. കൂടെ ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പോ അങ്ങനെ അവര് കുടിക്കണം എന്ന് നിർബന്ധമില്ല. ഫ്രണ്ട്സിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതല്ലേ ഇമ്പോർട്ടന്റ്. അപ്പൊ പിന്നെ അത് മിസ്സായോണ്ട് അവർക്ക് സങ്കടം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ നമ്മള് വേറൊരു ദിവസം സെറ്റപ്പ് ചെയ്തിട്ട്, ഇപ്പൊ സമ്മർ ആയതുകൊണ്ട് എല്ലാവർക്കും ജോലിയൊക്കെ ആയതുകൊണ്ട് അവര് പിന്നെ ഫ്രീ ആയിരുന്നില്ല. അപ്പൊ പിന്നെ ഇത്തിരികൂടിയും 2 ആഴ്ച കഴിഞ്ഞിട്ടാ പിന്നെ കൂടാൻ സമയം കിട്ടിയത്. അതെ. എങ്ങനെയായിരുന്നു ആഘോഷ പരിപാടികൾ? പുറത്തുനിന്ന് എവിടെയാ പോയത്? ഇന്ത്യൻ റെസ്റ്റോറന്റ്. ഇന്ത്യൻ റെസ്റ്റോറന്റിൽ പോയി എന്തൊക്കെയാ കഴിച്ചു തന്നെ? ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമായിരിക്കും എന്തെങ്കിലും കഴിക്കുന്നത്? എന്തൊക്കെയാ കഴിച്ചത്? നാനാണ് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം. നാനും ബട്ടർ ചിക്കനും. അടിപൊളി. എങ്ങനെയായിരുന്നു? ഞാനും പുറത്ത് ബർഗർ കിങ് പോയി. ഞങ്ങളുടെ വീടിനടുത്ത് ബർഗർ കിങ് ഉണ്ടായിരുന്നു. അപ്പം എന്റെ സിസ്റ്ററിന്റെ ഐഡിയ ആയിരുന്നു. കാരണം ഇങ്ങനെ വീട്ടിൽ ജങ്ക് ഫുഡ് ഒന്നും അങ്ങനെ മമ്മി അലോ ചെയ്തില്ല. അപ്പൊ ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ അതിന് സിസ്റ്റർ പറഞ്ഞു, എന്നാൽ മമ്മി നമുക്ക് ചേട്ടനെ ബർഗർ കിങ് പോവാം. അങ്ങനെ ഞങ്ങൾ ബർഗർ കിങ്ങിൽ പോയി ഫേവറേറ്റ് അതൊക്കെ മേടിച്ചു. പക്ഷെ എന്റെ റിസൾട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും അടിച്ചു പൊളിച്ചതും എന്റെ സിസ്റ്റർ ആയിരുന്നു. അല്ല, ആ പേരും പറഞ്ഞു. ആ പേരും സിസ്റ്റർ ഇപ്പൊ സെക്കൻഡ് ഇയർ സ്കൂൾ. നാട്ടിൽ നിന്ന് എല്ലാവരുടെയും ചെലവിന്റെ ഇതുണ്ടാവുമല്ലോ എല്ലാവരും. തീർച്ചയായിട്ടും. പിന്നെ ചില ഇപ്പൊ ഞങ്ങളും ചോദിക്കുവാണല്ലോ, അപ്പൊ കാണുന്നവർക്ക് എല്ലാവർക്കും ചോദിക്കാലോ, ട്രീറ്റ് ഇല്ലേ? അല്ല, നിങ്ങൾ സ്വീറ്റ്സ് ഒന്നും കൊണ്ടില്ലേ? പക്ഷെ നിങ്ങൾക്ക് ഞാനൊരു ട്രീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എല്ലാവരും കോണ്ടാക്ട് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. പക്ഷെ കുറേ പേരെ ഞാൻ കോണ്ടാക്ട് ചെയ്തായിരുന്നു. അപ്പോൾ അവർക്ക് ഈ ദിവസം അവർക്ക് എത്തിപ്പെടാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഓരോരോ പരിപാടികളായിട്ട് ഇങ്ങനെ പോകുന്നു. നിങ്ങളെപ്പോലെ തന്നെ മാർക്ക് വാങ്ങിച്ച മറ്റുള്ളവരും. നിങ്ങൾ 4 പേരും നന്നായിട്ട് പഠിക്കുന്ന വ്യക്തികളാണ്. ഈ ഒരു പ്രതീക്ഷ മറ്റുള്ളവർക്ക് ഉണ്ടായിരുന്നിരിക്കാം. നിങ്ങൾ ഈ എക്സാം കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് മാർക്ക് നിങ്ങൾക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷ അവർക്ക് ഉണ്ടായിരുന്നിരിക്കാം. അതോടൊപ്പം നിങ്ങൾക്ക് അവരേതെങ്കിലും രീതിയിൽ പ്രഷറോ അല്ലെങ്കിൽ പോയി പഠിക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുക, അവർക്കൊരു ടെൻഷൻ ഉണ്ടാവും നിങ്ങൾ എത്രത്തോളം മാർക്ക് വാങ്ങിക്കുമെന്നുള്ളതിനകത്ത്. അപ്പോൾ എങ്ങനെ ഏതെങ്കിലും പ്രഷറൈസ് ആരെങ്കിലും ചെയ്തായിരുന്നോ? നിങ്ങൾ കൂടുതലും പഠിക്കൂ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും? പ്രഷറൈസ് ചെയ്യാൻ ആരും ഉണ്ടായിട്ടില്ല. അച്ഛനും അമ്മയും പഠിക്കൂന്ന് പറയുന്ന അവരുടെ ഒരു ഉത്തരവാദിത്തം. അത് പിന്നെ അത് അല്ലാതെ പുറത്തുനിന്ന് അങ്ങനെ പ്രഷർ ആരും വന്നിട്ടില്ല. അമ്മയും അച്ഛനും അങ്ങനെ രാവിലെ എണീറ്റിട്ട് ബുക്സ് നോക്കൂ, സമയം ഉണ്ടെങ്കിൽ ഇത് നോക്കൂ അവർ ഹെൽപ്പ് ചെയ്യാൻ നോക്കും. ഇപ്പൊ വല്ല സബ്ജക്റ്റില് പ്രശ്നം ഉണ്ടെങ്കിൽ അവരെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും, വല്ല ആവശ്യമുണ്ടോ, വല്ല ഹെൽപ്പ് വേണോ എന്നിങ്ങനെ പറഞ്ഞിട്ട്. ശരി. നിങ്ങളുടെ റുട്ടീനൊക്കെ എങ്ങനെയാ? രാവിലെ ഇപ്പൊ പഠിക്കുന്ന സാധാരണ ദിവസങ്ങൾ എങ്ങനെയാ റുട്ടീൻ? ഞാൻ രാവിലെ ഒരു 6 മണിയാകുമ്പോ എണീക്കും. കഷ്ടപ്പെട്ടാണ് പപ്പ വന്ന് വിളിക്കും. പിന്നെന്താ, രാവിലെ എണീക്കാൻ മടിയുള്ള കൂട്ടത്തിലാണോ? അതെ, ഞാൻ രാത്രി പഠിക്കുന്നത്. അപ്പൊ ഞാൻ നോക്കിയിട്ട് എല്ലാവർക്കും ഇത്ര സമയമുണ്ട് എന്ന് വെച്ചാൽ ഏറ്റവും നന്നായിട്ട് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന അവേഴ്സ് ഉണ്ട്. അപ്പം എനിക്കത് രാത്രിയില്ല. എങ്കിലും ഞാൻ രാവിലെ എണീക്കാൻ ശ്രമിക്കും. പിന്നെന്താ, രാവിലെ ഇത്തിരി പഠിക്കും, പിന്നെ സ്കൂളിൽ പോയിട്ട് തിരിച്ച്. രാത്രി എത്ര സമയം വരെ പഠിക്കും? രാത്രി 12, 1 മണി, ചിലപ്പോൾ 1 മണി. ഞാൻ 12 മണി വരെ നോക്കും. അതിനുശേഷം രാവിലെ 6 മണിക്ക് അല്ലെങ്കിൽ പരീക്ഷ ഉള്ള ദിവസങ്ങൾ 5 മണിക്കാണ്. ഓക്കെ. പിന്നെ ആദിത്യൻ? ഞാൻ ചിലപ്പോ മിക്സ്ഡ് ആയിരിക്കും. ഇതിപ്പോ എക്സാം തുടങ്ങണ ഒരു 3 മാസം മുമ്പേ ഞാൻ എന്റെ റുട്ടീൻ മാറ്റി. അത് രാത്രി ഞാൻ രാത്രി ഒരു 12 മണി ഒരു 1 മണി വരെ ഇരിക്കുകയായിരുന്നു എക്സാം ആവുന്ന സമയം തുടങ്ങിയപ്പോ. അപ്പൊ പിന്നെ രാത്രി വരെ ഇരുന്ന് കുത്തിയിരുന്ന് പഠിപ്പായിരുന്നു. പിന്നെ അതിന്റെ മുന്നേ ഞാൻ രാത്രി കുത്തിയിരുന്ന് പഠിച്ചത് എത്ര സമയം വരെ? അതൊരു ചിലപ്പോ ചില രാത്രികളൊക്കെ 3 മണി വരെ പോകുമായിരുന്നു. അത് ഏറ്റവും പൊട്ട രാത്രികൾ. അതൊരു കണ്ണൊക്കെ എങ്ങനെ പോകും. ദിവസം രാവിലെ ഒരു 6 മണി 7 മണിയാകുമ്പോൾ എണീക്കും. എന്റെ സ്കൂള് 1 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പൊ പിന്നെ അത്ര നേരത്തെ എണീക്കേണ്ട ആവശ്യമില്ല. അല്ല, പൊതുവെ സ്കൂള് തുടങ്ങണ അന്ന് തൊട്ടിട്ട് ഞാൻ രാവിലെ എണീറ്റിട്ടായിരുന്നു പഠിത്തം. സ്കൂൾ തുടങ്ങുന്നത് എപ്പോഴായിരുന്നു? അത് സെപ്റ്റംബർ. തുടങ്ങുന്നത് 9 മണിക്കാണ് തുടങ്ങുന്നത്. 9:10 തുടങ്ങുന്നത്. അപ്പൊ എനിക്ക് എണീക്കുമ്പോ പൊതുവെ ഞാൻ 6 മണിക്ക് എണീറ്റിട്ട് 1 മണിക്കൂർ പഠിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്ത് ചിലപ്പോ ഓടാൻ പോകും എക്സസൈസിന്. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്കൂൾ കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് എക്സസൈസ് ചെയ്യുന്നു. യൂഷ്വലി സ്പോർട്സ്. സ്കൂൾ കഴിഞ്ഞിട്ട് തന്നെ എക്സ്ട്രാ കരിക്കുലർ സ്പോർട്സ് അവിടെ തന്നെ ഉണ്ടാവും. ഇങ്ങനെ ഫുട്ബോളോ ബാസ്കറ്റ്ബോളോ പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ ഉള്ള പരിപാടികൾ. എങ്ങനെയാണ്? എന്റെ വീട്ടിൽ ചേച്ചിനെ പോലെ തന്നെ
ചേച്ചിമാനെ തന്നെ രാത്രി ഒത്തിരി സമയം ഇരുന്ന് പഠിക്കും, രാവിലെ എഴുന്നേക്കാൻ മടിയാണ്. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും കൂടി വേറൊരു ഇത് ചോദിച്ചോട്ടെ കേട്ടോ. നിങ്ങൾ കിച്ചണിൽ കയറി കുക്കിംഗ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യോ? ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പൊ മിക്കതൊക്കെ പഠിച്ചു വന്നു. എന്താ പുട്ട്, ഉപ്പുമാവ്, ചപ്പാത്തി കറി, പിന്നെ തോരനുകളെല്ലാം പഠിച്ചു കഴിഞ്ഞു. നാളെ ബ്രേക്ക്ഫാസ്റ്റ് തീർച്ചയായിട്ടും. പിന്നെ എന്താണ് എന്തെങ്കിലും കുക്കിംഗ് ഒക്കെ? പിന്നെ ചോറിന്റെ കറി, പിന്നെ ഹെൽപ്പ് ചെയ്യും, വെജിറ്റബിൾസ് ഒക്കെ. ആണുങ്ങളോട് കൂടെ ചോദിക്കാൻ കേട്ടോ. ആണുങ്ങൾ പൊതുവെ മടിയുള്ള കൂട്ടത്തിലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം നിങ്ങളോട് രണ്ടുപേരോടായിട്ട് എടുത്ത് ചോദിച്ചത്. അല്ല, അത് തന്നെ വലിയൊരു കാര്യമാണ്. പാത്രം കഴുകാന്ന് പറഞ്ഞാൽ കുക്കിംഗ് കഴിഞ്ഞിട്ട് ഏറ്റവും മടിയുള്ള സംഭവമാണ് പാത്രം കഴുകാനായിട്ട്. അപ്പോൾ പാത്രം കഴുകാന്ന് വെച്ചാൽ വലിയൊരു ജോലിയാണ്. ഈ കുക്കിംഗ് പോലെ തന്നെ ഉള്ളൊരു ഇതാണ്. അപ്പോൾ രാത്രി ഒത്തിരി സമയം ഇരുന്ന് പഠിച്ച് രാവിലെ എഴുന്നേക്കുന്ന ഇതാണ് അല്ലേ? എങ്ങനെയാണ്? ഞാൻ ഓപ്പോസിറ്റ് ആയിരുന്നു. ഞാൻ മോസ്റ്റ് പ്രൊഡക്റ്റീവ് രാവിലെ ആയിരുന്നു. അപ്പോൾ രാവിലെ മിനിമം ഒരു 5 o'clock ആകുമ്പോഴത്തേന് വരുന്നു. പക്ഷെ ഞാൻ രാത്രി നേരത്തെ കിടക്കുമായിരുന്നു. പക്ഷെ എനിക്ക് 2 റൂട്ടീനായിരുന്നു. പരീക്ഷയ്ക്ക് മുമ്പും അതുപോലെ തന്നെ പരീക്ഷയുടെ തൊട്ട് മുമ്പും. അപ്പം അറൗണ്ട് ഒരു മെയ് വരെ രാവിലെ അതിരാവിലെ ഏക്കും, അന്നത്തെ രാത്രി ഞാൻ നേരത്തെ കയറി കിടക്കും. പക്ഷെ പരീക്ഷ തുടങ്ങുന്ന ആ ആഴ്ച ഞാൻ പറ്റുന്നത്ര ഉറങ്ങുമായിരുന്നു. കാരണം ഇനിയിപ്പം റിലാക്സ് ചെയ്യുമായിരുന്നു. കാരണം ഞാൻ അതിരാവിലെ ഏക്കത്തില്ല. 9 മണിയുടെ പരീക്ഷയ്ക്ക് 8 o'clock ഞാൻ ഏറ്റുകൊണ്ടിരുന്നത്. രാത്രി കിടക്കുന്നത് എത്ര മണിക്കാണ് കിടന്നുകൊണ്ട്? രാത്രി മിനിമം ഒരു 10 o'clock അല്ലെങ്കിൽ 11 o'clock ഞാൻ കയറി കിടക്കും. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒന്ന് കോൺസെൻട്രേഷൻ ഇരിക്കാനായിട്ട് പറ്റത്തില്ല. എങ്ങനെയാണോ ഈ സബ്ജക്റ്റുകളെല്ലാം ട്യൂഷന് എല്ലാത്തിനും പോയിട്ടുണ്ടോ, അതോ ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റുകൾ ഏതായിരുന്നു? ഞാൻ ട്യൂഷന് ഇതുവരെ പോയിട്ടില്ല. എനിക്ക് പക്ഷേ ഏറ്റവും ടഫായിട്ടുള്ളതും ഏറ്റവും ഇഷ്ടമുള്ള ഒരു സബ്ജക്ട് മാത്സ് ആയിരുന്നു. അപ്പം മോക്സ് പരീക്ഷ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഭയങ്കര പാടായിരുന്നു ഞങ്ങളുടെ. അപ്പം ഭയങ്കര ഡിസപ്പോയിന്റഡ്. എല്ലാവർക്കും മൊത്തത്തിൽ പറഞ്ഞു കേട്ടത് അങ്ങനെ തന്നെയാണ്. എല്ലാവരും പറഞ്ഞു. അപ്പം ഇതിൽ ഡിസപ്പോയിന്റ് ആയിരുന്നു. കാരണം മാത്സ് വാസ് ഓൾവേസ് എൻ ഏരിയ ഓഫ് എക്സ്പേർട്ട്. ഇറ്റ് വാസ് ഗുഡ്. അപ്പം മാത്സിനകത്ത് മാർക്ക് കുറഞ്ഞു. പക്ഷെ പേരൻസ് ചോദിച്ചു ട്യൂഷൻ വേണം. പക്ഷെ വിക്രോളായതുകൊണ്ട് ഡബിൾ വരാനുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ വേണ്ട, ഞാൻ വീട്ടിൽ നിന്ന് പഠിച്ചോളാം. പക്ഷെ വർക്ക് ചെയ്തു. അതുപോലെ തന്നെ എനിക്ക് രാവിലെ കേൾക്കുമ്പോൾ ഫസ്റ്റ് പഠിക്കാനായിട്ട് ഏറ്റവും ഇഷ്ടമുള്ള മാത്സാണ്. കാരണം രാവിലെ ഏറ്റവും ഒന്ന് ഫ്രഷ് ആയിരിക്കുന്ന സമയത്ത് മാത്സ് പഠിക്കുമ്പോൾ ഇത്രയും കൂടെ കോൺസെൻട്രേഷനോടെ പഠിക്കാൻ പറ്റുന്നു. അതുപോലെ തന്നെ രാവിലെ ഇരുന്ന് 1 hour ചെയ്യുന്ന മാത്സ് ചിലപ്പോൾ രാത്രി ചിലപ്പോൾ 2 hours എടുത്തായിരിക്കും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ടൈം ലാഭിക്കാൻ വെച്ചുകൊണ്ട് ഇപ്പം ഞാൻ എപ്പോഴും രാവിലെ ഫ്രഷ് ആയിട്ട് ഇരിക്കുമ്പോൾ ചെയ്യണമെന്നാണ്. എങ്ങനെയായിരുന്നു? ആരായിരുന്നു ട്യൂഷൻ? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ. ആദ്യത്തെ എങ്ങനെയായിരുന്നു? ഞാൻ ട്യൂഷൻ എടുത്തില്ല. പക്ഷെ ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയിട്ട് നമ്മള് ഭക്ഷണമുള്ള ഭാഗമൊക്കെ ഡിസ്കഷൻ ചെയ്യുമായിരുന്നു. നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ചെറിയൊരു ഗ്രൂപ്പ്. അത് ഒരു 5 പേരുണ്ടായിരുന്നു. അത് മെയിൻ ഇംഗ്ലീഷിനായിരുന്നു. ഇംഗ്ലീഷും ഫ്രഞ്ചിന്റെയും ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. നമ്മള് ഫ്രഞ്ചിന്റെ ഗ്രൂപ്പ് 5 പേരുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഒരു എല്ലാ വെഡ്നസ്ഡേയ്സും സ്കൂൾ കഴിഞ്ഞിട്ട് ഒരു 6 മണി തൊട്ട് 7 മണി വരെ 1 മണിക്കൂർ അപ്പൊ അവിടെ വീട്ടിൽ പോയിട്ട് നമ്മൾ തമ്മിൽ ഫ്രഞ്ചിൽ സംസാരിക്കുക, അല്ലെങ്കിൽ ഒരാൾക്ക് ഫ്രഞ്ചില് ഒരു വാക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആ വാക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ തന്നെ ഹോംവർക്ക് ഇരുന്ന് ചെയ്യാം. അങ്ങനെയൊക്കെ ഒരു ഫ്രഞ്ച് ഗ്രൂപ്പ്. പിന്നെ അടുത്ത ദിവസം ഇംഗ്ലീഷ്. അങ്ങനെ എല്ലാത്തിനും മാത്രം ഉണ്ടായിരുന്നു. ഈ ഫ്രഞ്ചും ഇംഗ്ലീഷിനും മാത്രം. പിന്നെ ഇപ്പൊ വേറെ വല്ല സബ്ജക്റ്റിന് വല്ല വിഷമം തോന്നുകയാണെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുക. അങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെ ഡിസൈഡ് ചെയ്ത് വെക്കും. ഒരു ദിവസം ഇപ്പൊ ഗ്രൂപ്പ് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോ ഡാനിയലിന്റെ വീട്ടില് 1 മണിക്കൂർ നമുക്ക് മീറ്റ് ചെയ്യാം അടുത്ത വെഡ്നസ്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഓക്കെ എന്ന് പറഞ്ഞിട്ട് വരും. എല്ലാവരും നമ്മുടെ ട്യൂഷൻ പരിപാടി. എങ്ങനെയായിരുന്നു? ഞാൻ മാത്സിനും ഫിസിക്സിനും പോയായിരുന്നു. ഫിസിക്സ് പാടായിട്ടില്ലായിരുന്നു. ഇങ്ങനെ മാർക്ക് കുറഞ്ഞു പോകണ്ടല്ലോ എന്ന് കരുതി അത്ര മാക്സിമം എൻഷുർ ചെയ്യാനായിട്ട് പോയതാണ്. മാത്സ് ആയിരുന്നു എനിക്ക് കുറച്ചുകൂടെ പാട്. പിന്നെ ലാംഗ്വേജസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ ലാംഗ്വേജസിലൊക്കെ ഒത്തിരി നന്നായിട്ട്. ആരാണ് ട്യൂഷൻ എടുത്തത്? മാത്സ് ഫിസിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചെയ്തു. പിന്നെ മാത്സ് ഞങ്ങളുടെ അടുത്തൊരു മലയാളി അങ്കിളുണ്ടായിരുന്നു. സോ മിലൻ ഫ്രാൻസിസ്. ശരി. നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഏറ്റവും കൂടുതൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്ത, ബുദ്ധിമുട്ടായിരിക്കും അത് പറയാനായിട്ട്, എന്നാലും ചോദിക്കുവാണ്, ഏറ്റവും കൂടുതൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്തത് ആരാണ്?
എൻ്റെ മമ്മി പ്രോബ്ലി. കാരണം ഞാൻ രാവിലെ ഏൽക്കുമ്പോഴും കിടക്കുമ്പോഴും കഴിക്കുമ്പോഴും എല്ലാം ലീവിങ്സോട്ട് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മമ്മിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ മമ്മി അതുപോലെ തന്നെ കുറേ പേരുടെ പ്രാർത്ഥനകളൊക്കെ കൊണ്ടാണ്. പക്ഷെ എന്നാലും തീർച്ചയായിട്ടും അമ്മ രാവിലെ കുത്തിപ്പൊക്കുകയും അതുപോലെ തന്നെ എപ്പോഴും വണ്ടി പോകുമ്പോഴും എല്ലാം ഈ ലീവിങ് സൈഡ് പറഞ്ഞ് അവസാനം മമ്മിയായിരുന്നു. എൻ്റെ പപ്പയായിരുന്നു. പപ്പ രാവിലെ എണീപ്പിക്കും, പിന്നെ എപ്പോഴും യൂണിസെൽ നന്നായിട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ ഒത്തിരി നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടായിരുന്നു പഠിക്കുന്നത്. ശരി, അത് കേൾക്കാൻ ഇഷ്ടമായിരുന്നു. ഏറ്റവും ഇഷ്ടമായിരുന്നു. പക്ഷേ ഇഷ്ടമായിരുന്നു കാരണം നമ്മുടെ എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്ത ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു ഭയങ്കര ഒരു ധൈര്യമാണ്. അത് എല്ലാവരും പറയുന്നത് പാരൻസിന് അറിയാറായിരുന്നു ഇവിടെ. പാരന്റ്സ് അവരുടെ സപ്പോർട്ട് എപ്പോഴും ചെറിയ കുട്ടികളുടെ തൊട്ടുള്ളതാണ്. എൻ്റെ ഈ വർഷം എൻ്റെ ചെറിയൊരു ഗ്രൂപ്പുണ്ട്, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ. അപ്പോൾ അവരായിരുന്നു എൻ്റെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട്. അവിടെ എപ്പോൾ നോക്കിയാലും എനിക്ക് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അവരെപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്യായിരുന്നു. പിന്നെ 2-3 പേര് ഇങ്ങനെ ബെറ്റൊക്കെ വെച്ച് ഇരിക്കുകയായിരുന്നു. അവർ പറഞ്ഞ് നീ നന്നായിട്ട് ജൂനിയർ സെറ്റ് ചെയ്തിട്ട് നീ നല്ല ലീവിങ് സെറ്റ് നീ നന്നായിട്ട് ചെയ്യും, എന്നിട്ട് നീ വലിയൊരു കമ്പനി ആകുമ്പോൾ നീ എനിക്കൊരു വണ്ടിയൊക്കെ മേടിച്ചു തരണം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ആ ഒരു ധൈര്യത്തില് അവര് ഒരു ധൈര്യം തന്നു എനിക്ക്. ആ ഫ്രണ്ട്സ് അങ്ങനെ നമ്മളിപ്പോ നോക്കിയാലും മീറ്റ് ചെയ്യായിരുന്നു, അവരെ ഹെൽപ്പ് ചെയ്യായിരുന്നു. പിന്നെ എപ്പോഴും അവരുടെ ചുറ്റും ഇരുന്നിട്ട് ആ ഒരു എനർജി കിട്ടി. അവരുടെ ചുറ്റും ഇരുന്നിട്ട് ആ ഒരു ഫൈനൽ ഇയറില് അപ്പൊ അവരുടെ കൂടെ എപ്പോഴും ഒരു കോൺടാക്ട് വെച്ചിരിക്കുന്നു. പേര് പ്രത്യേകിച്ച് എടുത്ത് പറയാനുണ്ടോ? ഈ ഇപ്പൊ ഞാൻ പറഞ്ഞ കക്ഷി ഡാനിയൽ എന്ന് പറഞ്ഞിട്ട്, പിന്നെ വേറെ മാക്സ്, ജാക്ക്, അവരുടെ കൂടെ ഇന്ന് ഫുട്ബോൾ കളിച്ചിട്ടപ്പോ വരുന്നത്. അപ്പൊ അവര് ഒരു ചെറിയൊരു ഗ്രൂപ്പ്, അവര് നല്ല നല്ല കൂട്ടുകാർ. എനിക്ക് എന്റെ പപ്പയും മമ്മയും ചേച്ചി എല്ലാവരും സഹായിച്ചിട്ട്. പപ്പ രാവിലെ എണീപ്പിക്കും ഞാൻ പറഞ്ഞാല്, പിന്നെ സ്കൂളിൽ കൊണ്ടുവരും, തിരിച്ചു കൊണ്ടുവരും, സമയം പോകാതിരിക്കാൻ, പഠിക്കാനുള്ള സമയം പോകാതിരിക്കാൻ, പിന്നെ ഭക്ഷണം എല്ലാം ഉണ്ടാക്കി തരും പപ്പ രാവിലെ എണീറ്റ്. മമ്മിയാണ് എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കും. അപ്പം പിന്നെ ചേച്ചി ലീവിങ് സെറ്റ് ചെയ്ത കാരണം 2 വയസ്സ് വ്യത്യാസമുള്ളൂ. അപ്പം പിന്നെ ഭയങ്കര ഫ്രഷ് പഠിച്ചതല്ല. അപ്പൊ പിന്നെ ചേച്ചി എനിക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ചേച്ചിയോട് ചോദിക്കും. സോ ചേച്ചി ഇപ്പം ആക്ച്വലി മാത്സ് ചെയ്യുന്നു യൂസ്. ഇത് പഠനം മാത്രമല്ലാതെ നമ്മൾ ചിലപ്പോൾ ആണുങ്ങൾക്കാണെങ്കിൽ സ്വാഭാവികമായിട്ടും ക്രിക്കറ്റ് അല്ലെങ്കിൽ അങ്ങനെ എക്സസൈസ് ആയിരിക്കാം. പഠനമല്ലാതെ നിങ്ങളുടെ ഹോബികൾ എന്തൊക്കെയായിരുന്നു? ഇപ്പം ജസ്റ്റിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ജീസസ് യൂത്തിൻ്റെ വലിയൊരു പ്രവർത്തകനാണ്. അപ്പം ഈ ലീഗ്സ് സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രയർ മീറ്റിംഗ്സുകൾ അല്ലെങ്കിൽ തന്നെ ഓരോ ഇങ്ങനെ ക്യാമ്പുകളും റിട്രീറ്റുകളും വരുമ്പോൾ അത് നമുക്ക് ശരിക്കും ഒരു റിഫ്രഷനായിരുന്നു. കാരണം ഇങ്ങനെ റിട്രീറ്റിനൊക്കെ പോകുമ്പോൾ നമുക്കൊരു സ്പിരിച്വലി ആൻഡ് നമുക്കൊരു സൈക്കോളജിക്കലി ഒരു റീഫീലിംഗ് ആയിരുന്നു. കാരണം നമ്മുടെ എല്ലാ സ്ട്രെസ്സുകളും നമ്മൾ മറക്കുന്നു, അതുപോലെ തന്നെ തിരിച്ച് നമ്മൾ പോകുമ്പോഴത്തേന് കൂടുതൽ എനർജി ആയിട്ട് പോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ജീസസ് യൂത്തിൻ്റെ പ്രയർ മീറ്റിംഗ്സും റിട്രീറ്റ്സും ഒക്കെ എനിക്ക് ശരിക്കും ഭയങ്കരമായിട്ടും ഹെൽപ്ഫുൾ ആയിരുന്നു. അതുപോലെ തന്നെ എനിക്ക് വേണ്ടിയിട്ട് അവരൊക്കെ കുറേ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത് എന്ന് എനിക്ക് പറയാം. അതുപോലെ തന്നെ എനിക്ക് ഹോബികൾ കീബോർഡ് ഞാൻ പിള്ളേരുമായിരുന്നു. എല്ലാ സൺഡേ ഞാൻ കീബോർഡ് ക്ലാസ്സുകളുണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ എസ്പെഷ്യലി ടയർഡായിരിക്കുന്ന സമയത്ത് കീബോർഡ് ചെയ്യുമ്പോഴത്തേന് അതൊരു നല്ലൊരു റിഫ്രഷാണ്. അതുപോലെ തന്നെ ഒരു ഗുഡ് ബ്രേക്കും കൂടിയായിരുന്നു. അപ്പം കീബോർഡും ജീസസ് യൂത്തിൻ്റെ പ്രോഗ്രാംസ് ആയിരുന്നു എൻ്റെ മെയിൻ ബ്രേക്ക്. ഈ ഹോബികൾ ശരിക്കും പഠനത്തിന് ആക്സിലറേറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. കാരണം നമ്മളിപ്പോൾ ടയർഡായി വന്ന് ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ വേറെ ഹാഫ് ആൻ അവർ TV കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഹാഫ് ആൻ അവർ TV കാണുന്നതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹാഫ് ആൻ അവർ വന്നു കഴിഞ്ഞാൽ ഹാഫ് ആൻ അവർ കഴിഞ്ഞാൽ നമ്മൾ പോകത്തില്ല. 2 hours അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ലാഗ് ചെയ്തുകൊണ്ട് പോകും. പക്ഷേ കീബോർഡ് എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ വരുന്നു, അതുപോലെ തന്നെ കോൺസെൻട്രേഷനോടെ ഇരിക്കാം, അതുപോലെ തന്നെ എന്നാ പറയുക നമ്മളങ്ങനെ ലാഗ് ചെയ്ത് പോകുന്നില്ല. അപ്പോൾ എനിക്ക് ഞാൻ കണ്ടതിൽ ഏറ്റവും ഗുഡ് ഹോബി എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇൻസ്ട്രുമെന്റ് കീബോർഡ് ചെയ്യുന്നതായിരുന്നു. എൻ്റെ മെയിൻ ഹോബി റീഡിങ് ആയിരുന്നു. സോ അത് എൻ്റെ ഇംഗ്ലീഷിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. സോ ഇംഗ്ലീഷിന് എക്സാം ചെയ്യാനൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു, എക്സാം എഴുതാൻ. ക്ലൗഡിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് റീഡിങ് ഏതാണ് ഹോബികൾ 3 കാര്യങ്ങൾ പറഞ്ഞത്. റീഡിങ് 3 ഹോബീസാണ് ഞാൻ കേട്ടത്. പ്രധാനമായിട്ട് വായിച്ച ബുക്കുകൾ ഏതൊക്കെയാണ്? റീസെന്റ് വായിച്ചത് ദ ഹോബിറ്റ്, J.R.R. ടോൾക്കിൻ്റെ. I loved it. Okay. പിന്നെ വേറെ എന്തെങ്കിലും ഇൻസ്പിറേഷണൽ തോട്ടുകൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കിട്ടിക്കുന്ന ഏതെങ്കിലും ബുക്കുകളുണ്ടോ? അല്ല, എങ്ങനത്തെ ബുക്കുകൾ വായിക്കാനാണ് പൊതുവെ താല്പര്യം? ഫാന്റസി. ഓക്കെ. എങ്ങനെയാണ് ആദ്യത്തെ ഹോബി വെച്ചിട്ട് ഈ ഹോബീസ് ഇനിയിപ്പോൾ വരയ്ക്കും,
വയലിൻ വായിക്കും, പിന്നെ ഇച്ചിരി പാട്ടൊക്കെ പാടും. പക്ഷെ ഇപ്പൊ ഈ ലീവിങ് സെർട്ട് പ്രമാണിച്ചിട്ട് അധികം ഒന്നും ചെയ്യാൻ കിട്ടിയില്ല, ഹോബീസ് ഒന്നും അധികം പെർസ്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പൊ മെയിൻലി ഈ ലീവിങ് സെർട്ടിന് പഠിത്തുന്ന സ്ട്രെസ് റിലീഫായിട്ട് മെയിൻലി എക്സസൈസ് ആയിരുന്നു. രാവിലെ ഒരു 7 മണിക്ക് 8 മണിക്ക് എണീറ്റിട്ട് ഒരു ഇത്തിരി ഒന്ന് ഓട്ടം, അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് സ്കൂൾ തീർന്നു കഴിഞ്ഞാൽ 1 മണിക്കൂർ ഓരോ ദിവസം ഒരു എക്സ്ട്രാ കരിക്കുലർ എന്തായാലും ഉണ്ടാവും. 1 മണിക്കൂർ വല്ല ഗെയിലിക് ഫുട്ബോളോ, അല്ലെങ്കിൽ മൺഡേ ഗെയിലിക് ഫുട്ബോള്, ട്യൂസ്ഡേ സോക്കർ, വെഡ്നെസ്ഡേ ബാസ്കറ്റ് ബോൾ, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ പിന്നെ എല്ലാ ദിവസവും അതിനെന്തായാലും ഞാൻ നിൽക്കും. അപ്പൊ പിന്നെ പഠിത്തത്തിന്റെ ആ ഒരു സ്ട്രെസ് കഴിഞ്ഞിട്ട് ഒന്ന് ഓടി കളിച്ച് വരുമ്പോ ആ ഒരു സ്ട്രെസ്സൊക്കെ ഒന്ന് പോയി കിട്ടും. അത് കഴിഞ്ഞിട്ട് ഒരു 6 മണി 7 മണിയായിട്ട് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഞാനൊന്ന് പവർ നാപ്പ് എടുക്കുമായിരുന്നു, 1/2 മണിക്കൂർ ഒന്ന് ഉറങ്ങും. അത് കഴിഞ്ഞിട്ടാണ് പഠിത്തത്തിലേക്ക് കിടക്കുന്നത്. അതായിരുന്നു എന്റെ സ്ട്രെസ് റിലീഫും ഹോബി എന്ന് പറഞ്ഞ സ്പോർട്സ് തന്നെയായിരുന്നു ഈ വർഷം. എങ്ങനെയായിരുന്നു? ഞാൻ എക്സസൈസ് ഒക്കെ ചെയ്യുക, സ്കൂളിൽ തിരിച്ചു സ്ട്രെസ് റിലീഫ് ആയിട്ട് എക്സസൈസ് ചെയ്യും. പിന്നെ ഞാൻ എന്റെ ഫാമിലിയോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു സുഖം തോന്നും. അതൊക്കെ ആയിരുന്നു ഫാമിലിയുമായിട്ട് കോളേജിലെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. പിന്നെ അവരവരുടെ ജോലി സ്ഥലത്തെ കാര്യങ്ങൾ, ചേച്ചിയുടെ കോളേജിലെ കാര്യങ്ങൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഷെയർ ചെയ്യും. എന്തൊക്കെയാണ് കോളേജിലെ വിശേഷങ്ങൾ? എന്തൊക്കെയാണ് സാധാരണ പറയാറ്, അല്ലെങ്കിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ കൂടുതൽ പറയുന്നത്? അല്ല, ഒരു ഈ വർഷം എൻ്റെ കൂട്ടുകാരികൾ എല്ലാം കൂടെ, ഞാനൊരു ഓൾ ഗേൾസ് സ്കൂൾ പഠിച്ചു. അപ്പം എൻ്റെ കൂട്ടുകാരികൾ എല്ലാവരും കൂടെ എനിക്കൊരു സർപ്രൈസ് ബർത്ത്ഡേ നടത്തിയായിരുന്നു സ്കൂളിൽ വെച്ച്. അപ്പൊ അതൊക്കെ വിശേഷങ്ങൾ. ഈ പഠിക്കുന്ന സമയത്ത് തന്നെ കുറെ പ്രതിസന്ധികൾ കയറി വരാറുണ്ട്, ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങൾ. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നമ്മളെ വിഷമിപ്പിക്കുന്ന രീതിയിലോ, അല്ലെങ്കിൽ എന്താ പറയുക, എന്തൊക്കെ പ്രതിസന്ധികൾ നമുക്ക് ഒത്തിരി നേരിടേണ്ടി വരും നമ്മൾ പഠിക്കുന്ന സാധ്യത അല്ലേ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ പ്രതിസന്ധികൾ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എനിക്കങ്ങനെ ഒന്നും പ്രതിസന്ധികളൊന്നും ഇല്ലായിരുന്നു. കാരണം പേരൻസ് വാസ് സോ കൺസേൺ. കാരണം പഠിക്കുന്ന സമയത്ത് അവന് പഠിത്തം മാത്രം, അവന് വേറെ ഒരു ടെൻഷനും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞു പപ്പയും മമ്മിയും. അപ്പം എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടായിരുന്നെങ്കിൽ അത് അവര് ഡീൽ ചെയ്തു. എനിക്കങ്ങനെ ഡീൽ ചെയ്യേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. എങ്ങനെയായിരുന്നു? എനിക്കും ഇതുവരെ ഒരു പ്രതിസന്ധി ഒന്നും വന്നില്ല. പിന്നെ പപ്പയമ്മയും ചേട്ടനും എൻ്റെ അനിയത്തിയും എല്ലാവരും ഈ വർഷം റിയലി ഇമ്പോർട്ടൻ്റ് ആണ്. ചേട്ടയ്ക്കും ഗെയിംസ് ആയിട്ടായിരുന്നു ഈ വർഷം. സോ ഫുള്ളി ഫോക്കസ്ഡ് ആയിരുന്നു പാരൻസ്. വെരി ബിഗ് സപ്പോർട്ട്. ഞങ്ങൾ രണ്ടുപേർക്കും സ്റ്റേറ്റ് എക്സാംസ് ആയതുകൊണ്ട് സോ നല്ല സപ്പോർട്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഈ വർഷം അധികം ഹോബീസ് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. ഈ ഒരു തുടക്കം സ്കൂളിൽ ലീവിങ്സ് ആയിട്ട് തുടങ്ങിയ മുതൽ ഈ പഠിത്തത്തിൽ തന്നെ കുത്തിയിരുന്ന് രാവിലെ എണീറ്റ് പഠിക്കുക, എക്സസൈസ്, ആ ഒരു റുട്ടീനായപ്പോൾ ഒത്തിരി ഒന്ന് മനസ്സിലൊന്ന് സ്ട്രെസ് ഒന്ന് കൂടിപ്പോയി. അപ്പോൾ ഒരു ഡിസംബർ ഒരു എക്സാം സമയമുണ്ട്, നമ്മുടെ ക്രിസ്മസ് എക്സാംസ്. അപ്പോൾ ആ ഡിസംബർ എത്തിയ സമയത്ത് ഞാനൊന്ന് ഇത്തിരി ഒന്ന് ഉഴപ്പിപ്പോയി. അപ്പോൾ പിന്നെ സബ്ജക്ട്സിൽ ഇത്തിരി ഒന്ന് കുറഞ്ഞു കിട്ടിയപ്പോൾ അവിടുത്തെ ഒരു സ്ട്രെസ് ഭാഗത്തിൽ അപ്പോൾ എനിക്കൊന്ന് ചെറിയൊന്ന് ഡിപ്രഷൻ അടിച്ചായിരുന്നു. അപ്പോൾ പിന്നെ അച്ഛനും അമ്മയും വന്നിട്ട് എന്നെ കംഫർട്ട് ചെയ്ത് അവരെന്നെ ഹെൽപ്പ് ചെയ്തു. അവർ ചോദിക്കായിരുന്നു ഹെൽപ്പ് വേണോ, വലിയ ഹെൽപ്പ് വേണോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ പറഞ്ഞു കംഫർട്ട് ചെയ്ത് റിലാക്സ് ചെയ്യൂ, ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഡിസംബർ ആയിട്ടേ ഉള്ളൂ, ഇനിയുണ്ട് 6 മാസം എന്ന് പറഞ്ഞ് അവരെന്നെ സൂചിപ്പിച്ച അവസാനം തിരിച്ച് എണീറ്റ് ആദ്യം നേരിടാൻ ഹെൽപ്പ് ചെയ്തു. ഞാൻ ആ ഒരു ഭാഗം ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു? പ്രതിസന്ധി ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ എൻ്റെ ലീവിങ് സെന്റർ സമയത്തായിരുന്നു ഞങ്ങൾ വീട് മാറിയിരുന്നു. ഞങ്ങൾ ആദ്യം പ്ലാന്റസ്റ്റോണിലായിരുന്നു താമസിച്ചിരുന്നത്. അതുകഴിഞ്ഞിട്ട് മോക്സിന്റെ സമയത്തൊക്കെ ആയിരുന്നു. അപ്പം പക്ഷെ എങ്കിലും അപ്പനും അമ്മയും പരമാവധി എന്നെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യാതെ പഠിക്കാനുള്ള ശ്രമിച്ചു. പിന്നെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഉണ്ടായിരുന്നു. ബിക്കോസ് എനിക്ക് ഇപ്പൊ ഇത്രയും പോയിന്റ് വേണമെന്ന് അറിയായിരുന്നു. പക്ഷെ അത് എന്തിനു വേണ്ടിയാണ് ഇത്രയും പോയിന്റ്? കാരണം ആദ്യം എനിക്ക് ഏത് കോഴ്സാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ജോലിക്ക് വേണ്ടിയാ പോകേണ്ടതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ലായിരുന്നു. അപ്പം ഇത്രയും പോയിന്റ് വേണമെന്ന് അറിയാമെങ്കിലും അത് ഇപ്പൊ നമുക്ക് ഈ ജോലി കിട്ടാനാണ് എന്നറിയാമെങ്കിൽ പിന്നെ അതിനുവേണ്ടി നമ്മള് ലൈക്ക് അത് ഒരു ഡ്രൈവായിട്ട് നമുക്ക് ഉണ്ടാകും. അപ്പൊ അതിന്റെ ഒരു ഉണ്ടായിരുന്നു. പിന്നെ വർഷം എങ്ങനെ as the year went on എനിക്ക് പിന്നെ കുറച്ചൊരു ഐഡിയ ഒക്കെ കിട്ടി. എന്നിട്ട് ഇപ്പൊ എന്ത് തീരുമാനിച്ചു? ഞാൻ ഡെന്റിസ്ട്രി ചെയ്യാൻ പോകുന്നു. അത് ശരി. അപ്പൊ അതാണ് ലക്ഷ്യം, അത് പഠിക്കാൻ തീരുമാനിച്ചു. അത് കോണ്ടാക്ട് ചെയ്തോ കോളേജിൽ? ഇപ്പൊ 21st ഞങ്ങളുടെ ഓറിയന്റേഷൻ തുടങ്ങും. ഓൺലൈൻ രജിസ്ട്രേഷൻ ഒക്കെ ഇപ്പൊ ഓപ്പൺ ആയിട്ടുള്ളൂ. പിന്നെ രജിസ്റ്റർ ചെയ്യണം. എങ്ങനെയാണ് ഭാവി പരിപാടികൾ?
ഭാവി I'm doing engineering in UCD. ആദ്യത്തെ വർഷം കോമൺ എഞ്ചിനീയറിംഗ് ആണ്. അത് സെക്കൻഡ് ഇയർ ക്ലാസ് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞു. ഇന്നിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേക്കും ബ്രാഞ്ച് ചൂസ് ചെയ്താൽ മതി. അത് തന്നെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ഞാൻ കാണുന്നു. കാരണം എൻ്റെ കസിൻസ് ഒക്കെ ബാക്കി പഠിക്കുന്നവർക്ക് ഇങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ ഏത് ബ്രാഞ്ച് ചൂസ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ UCD അല്ലെങ്കിൽ അയർലൻഡിൽ അങ്ങനെ ഇല്ല. അപ്പോൾ എനിക്കിപ്പോഴും ഒരു ഷ്യൂരിറ്റി ഇല്ല ഏത് ബ്രാഞ്ച് എടുക്കണമെന്ന്. പക്ഷേ എനിക്ക് സമയം കോളേജ് വരുന്നതുകൊണ്ട് പതുക്കെ തീരുമാനിച്ചാൽ മതി. 5 year കോഴ്സാണ് ഇൻറ്റിഗ്രേറ്റഡ് മാസ്റ്റേഴ്സ്. അപ്പം ഒരു നല്ലൊരു എഞ്ചിനീയർ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ. ഇനി ലിവിങ് സൈറ്റിന് എല്ലാ 600 വാങ്ങിക്കുക എന്നുള്ള ഒരു അല്ല, അതാണല്ലോ ഇനി ഒരു തീർച്ചയായിട്ടും കിട്ടും. പിന്നെ ഇപ്പം ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇപ്പോൾ കുറേ പേർക്കെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നല്ല മാർക്ക് 11A എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമല്ലല്ലോ. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ട് ലിവിങ് സൈറ്റ് വരുന്ന സമയത്ത് ഓവർ കോൺഫിഡൻസ് കൊണ്ട് എങ്ങനെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മുടെ സുഹൃത്തുക്കൾ അങ്ങനെ ഞാനങ്ങനെ കേട്ടു. കുറേ പേർക്ക് അങ്ങനെ ഓവറായിട്ട് അവർ എക്സ്പെക്റ്റ് ചെയ്തു, പക്ഷേ മാർക്ക് കുറഞ്ഞു പോയി. കേട്ടതായിട്ട് എനിക്ക് അറിയത്തില്ല. പക്ഷെ എൻ്റെ തന്നെ നോക്കുവാണെങ്കിൽ ജൂനിയർ റിസൾട്ട് സമയത്ത് ഞാൻ അങ്ങനെ അത്രയും ഈ ലിവിങ് സൈറ്റിൽ ഹാർഡ് വർക്ക് ചെയ്ത് അത്രയും ഞാൻ പഠിച്ചില്ല. അതുകൊണ്ട് എനിക്ക് കുറവ് മാർക്കായിരുന്നു കിട്ടിയത്. പക്ഷെ അതെനിക്ക് എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തേ ഉള്ളൂ. കാരണം ഇപ്പം ജൂനിയർ റിസൾട്ട് പോലെ ലിവിങ് സൈറ്റ് റിസൾട്ട് വരാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധം വന്നു. അപ്പം എനിക്ക് അതൊരു മോട്ടിവേഷൻ ആയിരുന്നു ശരിക്കും ജൂനിയർ റിസൾട്ട്. അപ്പോൾ ജൂനിയർ റിസൾട്ട് ഞാൻ കുറെ എക്സ്പെക്ട് ചെയ്തു. പക്ഷെ ഞാൻ അതനുസരിച്ച് ആ സമയത്ത് ഞാൻ വർക്ക് ഹാർഡ് ചെയ്യാനും അതുപോലെ തന്നെ സാക്രിഫൈസസ് ചെയ്യാനും ഞാൻ തയ്യാറല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒരു ചെറുതായിട്ട് ഉഴപ്പിയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും ഡീസന്റ് മാർക്കായിരുന്നു. പക്ഷെ നല്ല എന്താ പറയുക ടോപ്പ് മാർക്സ് അല്ലായിരുന്നു. പക്ഷെ അതെനിക്ക് ഒരു മോട്ടിവേഷൻ തന്നെയായിരുന്നു. കാരണം ലിവിങ് സൈറ്റ് വരുമ്പോഴത്തേക്കിന് എനിക്ക് ജൂനിയർ സൈറ്റിനെക്കാളും നല്ല രീതിയിൽ ചെയ്യണമെന്നൊരു മോട്ടിവേഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ കുഴപ്പമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രതീക്ഷകളും ഉണ്ടായിരുന്നു, ഇത്ര മാർക്ക് എനിക്ക് കിട്ടും കാൽക്കുലേറ്റ് ചെയ്തത്? 495 ആയിരുന്നു കഴിഞ്ഞ വർഷം. എനിക്ക് UCD എഞ്ചിനീയറിംഗ് കിട്ടുന്നതെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ 495 ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് പോയിന്റ്. അപ്പോൾ ഞാൻ UCD ലെക്ചേഴ്സിനെ കൂടെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു മാക്സിമം 520 പ്രതീക്ഷിക്കാന്ന് പറഞ്ഞു. അപ്പം എനിത്തിങ് ഓവർ 530 അല്ലെങ്കിൽ 540 ഉറപ്പായിട്ടും UCD കിട്ടാൻ സാധ്യതയാണ്. അപ്പം ഞാനതായിരുന്നു എൻ്റെ ലക്ഷ്യം, 540 അല്ലെങ്കിൽ 530 ഉള്ളൂ. പക്ഷേ ദൈവാനുഗ്രഹിച്ച് 560 കിട്ടി. സോ മോർ ദാൻ ഇനഫ് പോയിന്റ്സ്. അപ്പോൾ ഇപ്പോൾ UCD ആഗ്രഹിച്ച പോലെ തന്നെ കോഴ്സും കിട്ടി. എങ്ങനെയാണ് ആദിത്യ? ഞാനിപ്പോൾ അങ്ങള് പറഞ്ഞ പോലെ എനിക്ക് ആ ഒരു ഭാഗം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ ജൂനിയർ സെറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് ജൂനിയർ സെറ്റിൽ 10 കിട്ടിയായിരുന്നു. ഞാൻ 10 സബ്ജക്റ്റാണ് ചെയ്തത്, 11. ഞാൻ ഐറിഷ് ചെയ്തില്ല. നാട്ടിൽ നിന്ന് വന്നിട്ട് 1 വർഷമായിരുന്നുള്ളൂ ഞാൻ ജൂനിയർ സെറ്റ് തുടങ്ങുമ്പോൾ. അപ്പൊ പിന്നെ ഐറിഷിന് എക്സാംഷൻ കിട്ടി എനിക്ക്. അപ്പൊ പിന്നെ എനിക്ക് 10 സബ്ജക്ട് ചെയ്താൽ മതി. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ 5th ഇയറിലേക്ക് കടന്നപ്പോൾ ആ ഒരു ഭാഗം ഉണ്ടായിരുന്നു. എനിക്ക് ഇത്തിരി ഒന്ന് ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് പിന്നെ ഞാൻ കൂടുതൽ സ്പോർട്സ് ചെയ്ത് തുടങ്ങി. പിന്നെ ഞാൻ ആക്ടിങ് ക്ലാസ്സിന് അതിനൊക്കെ പറഞ്ഞിട്ട് ഒരു ഡ്രാമയിലൊക്കെ ആക്ട് ചെയ്ത് അങ്ങനെ 4 മാസം പോയി. സ്കൂളിലും ഒരു ഡ്രാമ സൊസൈറ്റി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഓൾ ഷുക്കപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു എൽവിസ് പ്രസ്ലിന്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ആക്ട് ചെയ്തിട്ട് നമ്മുടെ ഒരു ഡ്രാമ പരിപാടി ഉണ്ടായിരുന്നു. അതൊരു 3 മാസം പ്രാക്ടീസ് ആയിരുന്നു അതിന്റെ. അപ്പൊ അതില് പഠിത്തൊക്കെ ഉഴപ്പിപ്പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതില് ഞാൻ അധികം അറ്റൻഷൻ കൊടുത്തില്ല ആ വർഷം. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്പോർട്സ്, പിന്നെ ഡിബേറ്റിംഗ്, അതൊക്കെ പറഞ്ഞ് ഡിബേറ്റിംഗ് നമ്മൾ സെമി ഫൈനൽസിലൊക്കെ കയറി. അത് കഴിഞ്ഞിട്ട് അത് മൊത്തം സമയം കളഞ്ഞു എന്റെ. അത് കഴിഞ്ഞിട്ട് പിന്നെ 5th ഇയറില് മാർക്ക് ആകെ കുറഞ്ഞു പോയി. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ബോധ്യമായത് ഇത് ഈ ഡിബേറ്റിംഗും ഇതൊക്കെ പിന്നെയും ചെയ്യാം, ഇപ്പൊ പഠിത്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് 6th ഇയറിൽ ഈ എക്സസൈസിങ് ഇതൊക്കെ ആ ഒരു റുട്ടീൻ ഉണ്ടാക്കിയത്. ഞാൻ 6th ഇയർ കയറിയപ്പോൾ ആ ഒരു റുട്ടീൻ ഉണ്ടായപ്പോൾ പിന്നെ ഒന്ന് സെറ്റിലായി എല്ലാ കാര്യങ്ങളും. അത് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം ട്രാക്കിലേക്ക് കയറാൻ പറ്റി. ഇപ്പൊ നിങ്ങൾ ഓരോരുത്തർ ഇപ്പോൾ ഓരോ കോഴ്സുകൾ ചൂസ് ചെയ്ത് കഴിഞ്ഞു. കോഴ്സുകൾ ധാരാളം ഉണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നമുക്ക് പ്രോപ്പറായിട്ടൊരു ഗൈഡ് ലൈൻ തരാനായിട്ട് ഒരാളുണ്ടെങ്കിൽ എനിക്ക് ഈ കോഴ്സ് പഠിക്കണം, അപ്പൊ എനിക്ക് ഇത്ര മാർക്ക് വേണം. പക്ഷെ അത്ര മാർക്ക് ആ മാർക്കിനേക്കാളും കൂടുതൽ കിട്ടണമെന്ന് വിചാരിച്ച് പഠിച്ചാലാണ് നമുക്ക് ആ മാർക്കിലേക്കെങ്കിലും അടുത്തേക്ക് വരാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പൊ ഈ കോഴ്സുകൾ ചൂസ് ചെയ്യുന്നതിന് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ ജസ്റ്റിൻ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഓരോ കോഴ്സുകൾ ചൂസ് ചെയ്യാനുണ്ടായിരുന്ന കാരണം എന്താണ്? ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഉള്ള കാരണം എന്താണ്? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂനിയർ സെറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്കറിയത്തില്ലായിരുന്നു എന്ത് ലിവിങ് സെറ്റ് ഏത് സബ്ജക്ട് എടുക്കണമെന്നോ അല്ലെങ്കിൽ ഏത് കോഴ്സ് പഠിക്കണമെന്നോ. അപ്പം ട്രാൻസിഷൻ ചെയ്തു. അപ്പോൾ ട്രാൻസിഷൻ ചെയ്തപ്പോഴത്തേക്കിന് ഉള്ള
ഒരു വലിയൊരു ഗുണമെന്ന് പറഞ്ഞത് എനിക്ക് ഇങ്ങനെ കുറെ യൂണിവേഴ്സിറ്റികളിൽ പോകാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറെ യൂണിവേഴ്സിറ്റി നടന്ന കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. സൈഫസ് BTM സയൻസ് പോലുള്ള പ്രോജക്ട്സുകളൊക്കെ ചെയ്ത്. അപ്പം അവിടെ വെച്ച് ഞാൻ പോയി അവിടെയുള്ള കോഴ്സുകൾ കണ്ടു. അതുപോലെ തന്നെ എനിക്ക് ട്രാൻസിഷൻ ഇയറിൽ ഇങ്ങനെ 1 വീക്ക് ഫിസിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ട്രിനിറ്റി ഓഫർ ചെയ്തു. അപ്പോൾ ഞാൻ ഇങ്ങനെ ട്രാൻസിഷൻ ഇയറിന്റെ ഭാഗമായിട്ട് എന്റെ സ്കൂളിൽ റെപ്രസെന്റ് ചെയ്ത് ഞാൻ ഒരാഴ്ച പോയി. അപ്പോൾ ഒരാഴ്ച പോയി എനിക്ക് ആ സമയത്ത് എനിക്ക് സയൻസ് അല്ലെങ്കിൽ ആർട്സ് ഫീൽഡായിരുന്നു താല്പര്യം. പക്ഷേ ട്രിനിറ്റി പോയി കഴിഞ്ഞ് ഇങ്ങനെയുള്ള അവസരങ്ങളെല്ലാം കണ്ട് അവിടെയുള്ളവരോട് സംസാരിച്ച് അവിടുത്തെ കോഴ്സ് അതിന്റെ മോഡ്യൂൾസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഓൾമോസ്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലായി. പിന്നെ അതുപോലെ തന്നെ ട്രാൻസിഷൻ ഇയറിന്റെ സമയത്ത് നമുക്ക് കുറെ പ്രോജക്ട്സ് ചെയ്യണം. അപ്പം സം ഓഫ് ദ പ്രോജക്ട്സ് ആർ ബേസ്ഡ് ഓൺ കരിയേഴ്സ്. അപ്പം ഇങ്ങനെ ഡിഫറെന്റ് കരിയേഴ്സിനെ പറ്റി നമ്മൾ റീസെർച്ച് ചെയ്യണം. അതുപോലെ തന്നെ അതിനെ റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ എനിക്ക് ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഇന്റർനെറ്റിൽ ഇങ്ങനെ ഏത് കോഴ്സ് ഇങ്ങനെ ചെയ്യണം. അപ്പൊ എനിക്ക് മാത്സ് ഇഷ്ടമാണ്, എനിക്ക് സയൻസ് ഇഷ്ടമാണ്. അപ്പം ഏത് കോഴ്സ് ഇങ്ങനെ ചെയ്യണം നോക്കി ഇങ്ങനെ എഞ്ചിനീയറിംഗ് ഉണ്ട്. അപ്പം ഓക്കെ എഞ്ചിനീയറിംഗ് ഒക്കെ അപ്പൊ അമ്മ അതിനെ പറ്റി റീസെർച്ച് ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ എഞ്ചിനീയറിംഗിനെ പറ്റി റീസെർച്ച് ചെയ്തു. അപ്പോൾ റീസെർച്ച് ചെയ്തപ്പോഴത്തേക്ക് ഇങ്ങനെ ഓരോ ആൾക്കാർ ഓരോരോ പ്രൊഫസേഴ്സ് പറയുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ എനിക്കിങ്ങനെ യൂണിവേഴ്സിറ്റി ഇപ്പോൾ ലെക്ചറോട് സംസാരിക്കാനുള്ള അവസരങ്ങൾ കിട്ടിയതുകൊണ്ട് എനിക്ക് ഓൾമോസ്റ്റ് പറഞ്ഞു എനിക്ക് ഇത് എഞ്ചിനീയറിംഗ് ചെയ്യണം. പിന്നെ ചെറുപ്പം തൊട്ടേ എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു ഇങ്ങനെ ഹൗ തിങ്സ് വർക്ക്, ഇങ്ങനെ എന്റെ ടോയ്സ് ഒക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നതൊക്കെ അറിയാനായിട്ടും അതെങ്ങനെയാ അനങ്ങുന്നതൊക്കെ അറിയാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഈ ട്രാൻസിഷൻ സമയത്ത് ഒരു വർഷം മിക്ക പേരൻസും ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട് ട്രാൻസിഷൻ പറ്റി. പക്ഷെ അത് സ്കൂൾ അനുസരിച്ചിരിക്കും, റിസോഴ്സ് അനുസരിച്ചിരിക്കും. പക്ഷെ ആ 1 ഇയർ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ക്ലിയർ ഐഡിയ ഉണ്ട്. അപ്പോൾ ട്രാൻസിഷൻ ഇയർ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഡെഫിനറ്റ്ലി അറിയായിരുന്നു എനിക്ക് എഞ്ചിനീയറിംഗ് ചെയ്യണമായിരുന്നു. ഞാൻ റിസർച്ച് ചെയ്തപ്പോഴത്തേന് UCD ആയിരുന്നു ഏറ്റവും വീടിനടുത്തുള്ളതും അതുപോലെ തന്നെ നല്ല ഒരു റെപ്യൂട്ടേഷൻ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് UCD എഞ്ചിനീയറിംഗ് ആയിരുന്നു ട്രാൻസിഷൻ ഇയർ കഴിഞ്ഞ പേര്. പിന്നെ അവിടെ തൊട്ട് എന്റെ മുന്നോട്ടുള്ള പഠനം മൊത്തം UCD എഞ്ചിനീയറിംഗ് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നു. ഈ ട്രാൻസിഷൻ ഇയറിനെ കുറിച്ച് പറയുമ്പോൾ അത് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം നമുക്ക് ഫ്രീഡം ഉണ്ട്, പക്ഷെ ആ ഫ്രീഡം നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കും. അതാണ് ഇപ്പൊ ഞാൻ കുറച്ചു പേരുടെ ഞാൻ അന്വേഷിക്കുമ്പോൾ കിട്ടിയത് മാതാപിതാക്കൾ തന്നെ അതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ പറഞ്ഞു. കാരണം അത് കളയുള്ളൂ, ആ ഒരു വർഷം വെറുതെ കളയുള്ളൂ. ഇപ്പൊ എന്റെ മോനോട് അല്ലെങ്കിൽ എന്റെ മോളോട് അങ്ങനെ ഒരു ഇയർ എടുക്കാനായിട്ട് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ അവർക്ക് ചിലവർ പറയുന്നുണ്ട് അവർക്ക് എടുക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ അതങ്ങനെ വേണോ, അവര് ചുമ്മാ പഠിക്കാതിരുന്ന് അങ്ങനെ കളയുമെന്നുള്ളൊരു. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നന്നായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ടെൻഷൻ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ആ ഒരു ഇയർ ഫുൾ ട്രിപ്സും ഓരോരോ മോഡ്യൂൾസ് ഓരോരോ ആൾക്കാർ വന്നിട്ട് മീറ്റിംഗ്സ് അങ്ങനെയൊക്കെ ആയിട്ടാണ് നടക്കുന്നത്. അപ്പൊ പിന്നെ ഒരു കുട്ടി ഒരു ലക്ഷ്യം ക്ലിയർ ആയിട്ട് ഉണ്ടെങ്കിൽ ആ ഇയർ നല്ലോണം യൂട്ടിലൈസ് ചെയ്യണം. അല്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ ഓരോ ട്രിപ്പ് പോയി പിന്നെ അതിനേക്കാളും മാർക്ക് കുറയും. അപ്പൊ അച്ഛനും അമ്മയും ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനോ ഗൈഡ് ചെയ്യാൻ ആൾക്കാർ കൂടെ വേണം. തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഉപയോഗിച്ചു അല്ലേ? പിന്നെ ഇപ്പൊ മനസ്സിൽ കിടക്കുന്ന ഇത് എന്താണ്, ലൈൻ എന്താണ് ഇപ്പോൾ നിലവില് കോഴ്സ് ഈ കോഴ്സ് പഠിക്കാൻ എടുത്തല്ലോ, പിന്നെ ഇതിനകത്ത് തന്നെ ഒത്തിരി മേഖലകളുണ്ട്. അതിനകത്ത് ഏത് മേഖലയാണ് കുറച്ചുകൂടെ താല്പര്യമുള്ളത്? ഇപ്പൊ ചൂസ് ചെയ്തിട്ടില്ല എന്ന് അറിയാം, എന്നാലും ഞാൻ ഇപ്പൊ എപ്പോ വേണേലും മാറാം തീർച്ചയായിട്ടും. എന്റെ മനസ്സിൽ നിൽക്കുന്ന ബയോമെഡിക്കൽ ആണ്. കാരണം കൂടുതലും ഈ ഫിസിക്സ് കുറയുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ്, പക്ഷെ കൂടുതലും നമ്മുടെ ഹ്യൂമൻ ബോഡി ആയിട്ട് റിലേറ്റഡ് ആണ്. അപ്പം മെഡിസിൻ അല്ല, പക്ഷെ എന്നാലും നമ്മൾ ഡോക്ടേഴ്സിന്റെ റൈറ്റ് ഹാൻഡ് പറയും. നമ്മളിങ്ങനെ ഹ്യൂമൻ ബോഡിക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഡിഫറെന്റ് മെഷീൻസുകൾ കണ്ടുപിടിക്കുകയും അതുപോലെ തന്നെ ഇത്തിരി കൂടെ എഫിഷ്യന്റ് ആയിട്ട് എങ്ങനെ സർജറീസ് ഒക്കെ ചെയ്യാം. അപ്പൊ അതാണ് ഇപ്പൊ ബയോമെഡിക്കൽ ഒരു ചെറിയൊരു താല്പര്യമുണ്ടോ ഇപ്പോൾ? പക്ഷെ അതിന് കൂടുതൽ പഠിച്ചാലാണ് ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് അറിയാൻ പറ്റുള്ളൂ. കൗടിയ, ഇപ്പൊ എന്തെങ്കിലും ഒരു ഗൈഡ് ലൈൻ കിട്ടിയിട്ടുണ്ടോ? ഏത് മേഖലയിലേക്ക് പോകണം, അല്ലെങ്കിൽ എന്താണ് ആഗ്രഹം? സൈക്കോളജി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റീഡിങ് വെരി ഗുഡ്. അപ്പൊ അതിനുള്ള ശ്രമത്തിലാണ്. എങ്ങനെയാണ് ആദിത്യ? എനിക്ക് ചെറുപ്പം മുതലേ അച്ഛനും അമ്മയും പിന്നെ കൂട്ടുകാരും അങ്ങനെ ഫാമിലി, നാട്ടില് വലിയൊരു ഫാമിലിയാണ്. അപ്പൊ നമ്മുടെ മിക്ക ആൾക്കാരും നഴ്സും മെഡിസിനിലും ഭയങ്കര എല്ലാവർക്കും ഒരു നമ്മുടെ കസിന് ഒരു ഹോസ്പിറ്റലുണ്ട് തൃശ്ശൂരിൽ തന്നെ, സരോജ നഴ്സിംഗ് ഹോം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പിന്നെ എല്ലാവരും ഡോക്ടറാണ്, നഴ്സാണ്. അപ്പൊ പിന്നെ
ഞാൻ ചെറുപ്പം മുതലേ എല്ലാവരും പറയായിരുന്നു ഒന്നെങ്കിൽ നീ മെഡിസിൻ ചേര് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ചേരാ, അതെന്ന് തലയില് അത് എടുത്തു വെച്ചിട്ട് ഇരിക്കുകയായിരുന്നു ഞാൻ. അപ്പൊ പിന്നെ ചെറുപ്പം മുതലേ ഒരു ഇൻട്രസ്റ്റ് വേണമല്ലോ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ. അപ്പൊ പിന്നെ എനിക്ക് എഞ്ചിനീയറിംഗിലായിരുന്നു കൂടുതൽ താല്പര്യം. അപ്പൊ പിന്നെ അത് ഞാൻ വലുതായി എന്താണ് ഒരു 5th year ആയപ്പോ തുടങ്ങിയപ്പോ എന്താണ് എനിക്കൊരു കൺഫ്യൂഷൻ വന്നു, മെഡിസിൻ വേണോ എഞ്ചിനീയറിംഗ് വേണോ, അല്ല വേറെ ഒന്നും ഞാൻ റിസർച്ച് ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ ജിസും പറഞ്ഞ പോലെ ഓരോരോ കോളേജിൽ നിന്ന് വന്നിട്ട് റിസർച്ചേഴ്സ് ആൾക്കാരൊക്കെ സ്കൂളിൽ വന്നിട്ട് ഓരോരോ കോളേജിനെ പറ്റിയിട്ട് അവരിങ്ങനെ പറയാൻ തുടങ്ങി, ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങിയപ്പോ ഞാൻ അതിൽ ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയപ്പോ അവർ ഈ കമ്പ്യൂട്ടർ സയൻസ് പിന്നെ ആക്ച്വറിയൽ സയൻസസ് ഒരു മാത്സ് ബേസ്ഡ് ആണ്. അപ്പൊ ഇതിനൊക്കെ പറ്റിയിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ ഞാൻ വേറെ ഓരോരോ ഏരിയസിൽ ഞാൻ റിസർച്ച് ചെയ്ത് തുടങ്ങിയപ്പോഴാണ്. പിന്നെ യൂഷ്വലി നാട്ടിലുള്ളപ്പോ തൊട്ട് തന്നെ എന്റെ ഏട്ടന്മാരും എല്ലാവരും കമ്പ്യൂട്ടർ പ്രാന്തന്മാരായിരുന്നു. എല്ലാവരും ഗെയിംസ് പിന്നെ ഇന്റർനെറ്റ് പോലെ പിന്നെ ഹാക്കിംഗ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഹാക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രാന്തം ഉണ്ടായിരുന്നു നമുക്ക്. പിന്നെ അവിടെ നിന്ന് തൊട്ടിട്ട് ഉള്ളൊരു കമ്പ്യൂട്ടർ പ്രാന്തം ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ അത് കമ്പ്യൂട്ടർ സയൻസ് ആക്കി കളയാന്ന് വിചാരിച്ചിട്ട് കമ്പ്യൂട്ടറിലേക്ക് ഓപ്റ്റ് ചെയ്തതാണ്. കമ്പ്യൂട്ടർ സയൻസ് എടുക്കാൻ ഞാൻ തീരുമാനിച്ച് ഇപ്പൊ UK പോകാനാണ് പ്ലാൻ. UK ബർമിംഗ്ഹാമില് പോകാനാണ് പ്ലാൻ. അപ്പൊ ഈ അടുത്ത ആഴ്ചയില് ഞാൻ ഫ്ലൈറ്റില് UK പോകാനാണ്. ഞാൻ എന്റെ ആദ്യം അറിയത്തില്ലായിരുന്നു എന്ത് ചെയ്യേണ്ടത്. അപ്പൊ 5th year ഞാൻ LCVP എന്ന് പറഞ്ഞൊരു സബ്ജക്ട് എടുത്തു, അത് ലീവിംഗ് സെർട്ട് വൊക്കേഷൻ പ്രോഗ്രാം. അപ്പം അതിലൂടെ നമുക്ക് കരിയേഴ്സ് റിസർച്ച് ചെയ്യാം, പിന്നെ വല്ല പ്രൊഫഷൻസ് ഇന്റർവ്യൂ ചെയ്യാം. അപ്പൊ ഞാൻ ആദ്യം എനിക്ക് ഫാർമസിയിലോട്ടായിരുന്നു താല്പര്യം, കാരണം കെമിസ്ട്രി എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ ഒരു ഫാർമസിനെ ചെന്ന് ഇന്റർവ്യൂ ചെയ്തു. പക്ഷെ അന്നേരം എനിക്ക് ആ ജോലിയോട് അത്ര താല്പര്യം തോന്നിയില്ല. അപ്പൊ പിന്നെ 5th year സമ്മറിൽ DCU സമ്മർ സ്കോളേഴ്സ് എന്ന് പറഞ്ഞ്, അപ്പൊ കോളേജിൽ ഇങ്ങനെ സമ്മർ ടൈമിൽ നമുക്ക് ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്തിട്ട് അത് കോളേജിൽ പഠിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും എന്ന് നോക്കാം, അങ്ങനെ ഒരു അവസരം കിട്ടി. അപ്പൊ പിന്നെ ഞാൻ മെഡിസിൻ പിക്ക് ചെയ്തു. മെഡിസിൻ അല്ല എഞ്ചിനീയറിംഗ്, ഇതിലേതെങ്കിലും ഒന്നും എടുക്കാനായിരുന്നു പറഞ്ഞത് ഇപ്പൊ ആദ്യം പറഞ്ഞാൽ. അപ്പം ഞാൻ മെഡിസിൻ പിക്ക് ചെയ്തു. അപ്പം ഹെൽത്ത് കെയറിലോട്ട് എനിക്ക് താല്പര്യമുണ്ട്. അപ്പൊ പിന്നെ ഞാൻ കരുതി എന്നാൽ മെഡിസിൻ ചെയ്യാന്ന് കരുതി. അന്ന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് 5th year ഒക്കെ ആയപ്പം ഞാൻ ഈ ബ്രേസസ് ഇട്ടത്. അപ്പൊ ഈ ഡെന്റിസ്റ്റുമായിട്ട് ഒത്തിരി ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ജോലി നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും, അവരെന്താ ദിവസം ചെയ്യുന്ന അവരുടെ ഹോൾ ടീം ബാക്കിയുള്ള ഡെന്റൽ നഴ്സസ് അങ്ങനെയുള്ള നല്ലൊരു ഐഡിയ കിട്ടി. അപ്പം പിന്നെ അതും എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. പിന്നെ അവസാനം ഞാൻ ഡെന്റിസ്റ്റ് തന്നെ പിക്ക് ചെയ്തു. അത് ശരി. അപ്പൊ ഇത് പല്ലിന്റെ ഒരു ഇതാണ് ലൈൻ തിരിച്ചു വിട്ടത് അല്ലേ? സാധാരണ രീതിയിൽ കണ്ടുവരുന്നത് ഈ പഠിപ്പിസ്റ്റുകളാകുമ്പോൾ ഇപ്പൊ ഈ 2 പഠിപ്പിസ്റ്റുകൾ തമ്മിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും രസകരമായ പാരവെപ്പുകളൊക്കെ എന്തെങ്കിലും സാധാരണ നടക്കാറുണ്ട്. ഞങ്ങൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത്, ഹോസ്റ്റലൊക്കെ നിന്ന് പഠിക്കുന്ന സമയത്ത് കൂടെയുള്ളവൻ ചിലപ്പോൾ പിറ്റേ ദിവസം പരീക്ഷയായിരിക്കും. അപ്പോൾ കൂടെയുള്ളവൻ എന്തെന്നാണ് നീ പഠിക്കണേ, നീ പോയി കിടന്ന് ഉറങ്ങുക എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെല്ലാവരെയും ബെഡിൽ കയറ്റിയിട്ട് ഇവരെന്ത് ചെയ്യും, ഇവർ വെളുപ്പിന് 1 മണിക്കും 2 മണിക്കും എഴുന്നേറ്റ് തിരുന്ന് ഇവർ പഠിക്കും. മുറിയിൽ നിന്നും പോയി ലൈറ്റ് ഇടാതെ മുറിയിൽ നിന്നും പോയി വേറൊരു മുറിയിൽ പോയിരുന്നിട്ട് അവരിന്ന് പഠിക്കും. അപ്പോൾ കൂടെയുള്ളവർ വിചാരിക്കുന്നത് എന്താ, ആരും പഠിച്ചിട്ടില്ല, പിന്നെ ഞാൻ പഠിക്കണം എന്താണെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും രസകരമായ തമാശകൾ, അല്ലെങ്കിൽ ഇപ്പോഴത് ഓർക്കുമ്പോൾ തമാശയായിട്ട് തോന്നും, പക്ഷെ ആ സമയത്ത് ചിലപ്പോൾ കുറച്ച് എന്താവും അങ്ങനെ എന്നോട് ചെയ്തത്, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഞാനന്ന് റിസൾട്ട്സ് തുറന്നപ്പോൾ എൻ്റെ കൂടെ ഡാനിയൽ ഉണ്ടായിരുന്നു. ആണ് നമ്മുടെ ക്ലാസ്സില് മറ്റൊരു പഠിപ്പിസ്റ്റ്, ഭയങ്കര ബുദ്ധിജീവിയാണ്. അപ്പൊ പിന്നെ നമ്മൾ രണ്ടുപേരും ഒരു എക്സ്ട്രാ സബ്ജക്ട് എടുത്തായിരുന്നു, അപ്ലൈഡ് മാത്സ് എന്ന് പറഞ്ഞിട്ട്. അത് മാത്സും ഫിസിക്സും കൂടിയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് അപ്ലൈഡ് മാത്സ്. അപ്പൊ നമ്മുടെ ക്ലാസ് നമ്മൾ രണ്ടുപേരും മാത്രമേ അത് ചെയ്യുന്നുള്ളൂ ആ സബ്ജക്ട്. അപ്പൊ അത് നമുക്ക് എല്ലാ ദിവസവും സ്കൂള് കഴിഞ്ഞിട്ട് ഒരു ടീച്ചർ വന്നിട്ട് നമ്മളെ ഒരു മുറിയിൽ എത്തിയിട്ട് നമ്മളെ പഠിപ്പിക്കായിരുന്നു പതിവ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രം ഉള്ളതുകൊണ്ട് ഒരാൾക്ക് വല്ല സബ്ജക്റ്റിൽ വല്ല പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മൾ മറ്റേ ചോദിക്കും. അപ്പൊ ഈ ഡാനിയല് നാച്ചുറലി നല്ല നല്ല മാത്സുകാരനാണ്. അപ്പൊ നല്ല അടിപൊളിയായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സും അതൊക്കെ നല്ല എളുപ്പമായിട്ട് അവന് എല്ലാം ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് ഇത്തിരി പ്രശ്നം ഉണ്ടായിരുന്നു ആദ്യം അപ്ലൈഡ് മാത്സിൽ. അപ്പൊ പിന്നെ അവസാനം ഈ 6th year ഒരു ഡിസംബർ ആയപ്പോ നമുക്കൊരു എക്സാം ഉണ്ടായിരുന്നു അപ്ലൈഡ് മാത്സിൽ. നമ്മൾ രണ്ടുപേരും എടുത്തിട്ട് എനിക്ക് അവൻ നന്നായിട്ട് ചെയ്തു, അവനൊരു 80% കിട്ടി, എനിക്ക് എത്രയോ 70% കിട്ടിയുള്ളൂ. അപ്പൊ ഞാൻ ഇത്തിരി ഡിസപ്പോയിന്റഡ് ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഡാനിയൽ നീ എങ്ങനെയാ ഒന്ന് പഠിക്കണേ, നീ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു ഓക്കെ, ഞാൻ ഇനിയിപ്പോ ഹോംവർക്ക് ചെയ്യുമ്പോൾ ഞാൻ നിനക്ക് ഹോംവർക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഒരു ദിവസം അവൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ടീച്ചർ നമ്മൾ രണ്ടുപേരും നല്ല പഠിച്ച്
അതിന്റെ കാരണം നമ്മൾ രണ്ടുപേരും സ്റ്റുഡന്റ് ഓഫ് ദി ഇയറിന് വേണ്ടിയിട്ട് നമ്മൾ ഇനിയുണ്ടായിരുന്നു നമ്മൾ രണ്ടുപേരും. അപ്പോൾ എനിക്ക് മുന്നത്തെ 5 വർഷം ഞാനാണ് സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ. അപ്പൊ അവന് അതിന്റെ കാരണം അവന് ഒരു ദേഷ്യമുണ്ട് എന്നോട്, ഞാൻ സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ ആയതുകൊണ്ട്. അപ്പൊ അവന് ഇതുവരെ സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ കിട്ടിയിട്ടില്ല. എന്റെ കൂടെ ആയതുകൊണ്ട് എനിക്ക് എപ്പോഴും കിട്ടണത്, അവന് കിട്ടില്ല. അപ്പൊ പിന്നെ അവന് ഭയങ്കര ദേഷ്യമായിരുന്നു. അപ്പൊ അവൻ പറഞ്ഞു ഓക്കെ ഞാൻ നിനക്ക് ഹോംവർക്ക് ഒക്കെ തരാമെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ പറഞ്ഞു വെച്ചു. അത് കഴിഞ്ഞിട്ട് ഡിസംബർ കഴിഞ്ഞു, എക്സാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് കടന്നു. എന്നിട്ട് നമ്മൾ പുതിയ ചാപ്റ്റർ ഒക്കെ തുടങ്ങിയിട്ട് അവൻ ഹോംവർക്ക് ചെയ്യാൻ തുടങ്ങി, ഞാനും ചെയ്യായിരുന്നു. ഇടയ്ക്കൊക്കെ ഞാൻ ബുക്ക് അവൻ്റെ അവൻ എനിക്ക് ബുക്ക് തരുമായിരുന്നു. അപ്പൊ അവന് ഒരു ദിവസം ഞാൻ അവന്റെ ഹോംവർക്ക്, ഞാൻ ഭയങ്കര ലേറ്റായി, ഞാൻ സ്കൂളിൽ നിന്ന് വീട്ടിൽ നിന്ന് വരാൻ ലേറ്റായി സ്കൂളിലേക്ക്. അപ്പൊ പിന്നെ ഞാൻ അവൻ്റെ ബുക്ക് ചോദിച്ചു, നീ ഹോംവർക്ക് ചെയ്തു? ഞാൻ ഹോംവർക്ക് ചെയ്യാൻ മറന്നുപോയെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു ഓക്കെ ഇതാ ഈ പേജിലുണ്ട് ഹോംവർക്ക്, നീ അത് കോപ്പി ചെയ്തിട്ട് നീ വന്നു. സ്കൂൾ കഴിഞ്ഞിട്ടാണല്ലോ അപ്ലൈഡ് മാത്സ്, അപ്പൊ പിന്നെ കോപ്പി ചെയ്യാൻ സമയമുണ്ട്. അപ്പൊ ഞാൻ ബ്രേക്ക് സമയത്ത് ഞാൻ ഇത് ചെയ്യാൻ പാടില്ല, പക്ഷെ ഞാൻ ഹോംവർക്ക് അങ്ങോട്ട് കോപ്പി ചെയ്തു. അങ്ങോട്ട് ഞാനൊന്നും തലയൊന്നും മൂക്കൊന്നും ഒന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും ചെക്ക് ചെയ്യാതെ ഞാൻ അങ്ങോട്ട് ഒറ്റ കോപ്പി കൊണ്ട് അടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്ലൈഡ് മാത്സ് സമയമായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടീച്ചറിന് പോയി ഹായ് ഹലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹോംവർക്ക് കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഡാനിയൽ കാണിച്ചു കൊടുത്തു, ഓക്കെ ടിക്ക് അടിച്ചിട്ട് വെരി ഗുഡ് എന്ന് പറഞ്ഞു. എന്റെ നോക്കിയിട്ട് പറഞ്ഞു വാട്ട് ഇസ് ദ സാധ്യത എന്ന് പറഞ്ഞു. ആഫ്റ്റർ യുവർ എക്സാംസ് യു ആർ സ്റ്റിൽ സ്ലോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ പൂര തെറിയായി. പിന്നെ ആകെ സീൻ കലിപ്പായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് മനസ്സിലായി ഇവൻ എന്നെ കൊടുക്കാനുള്ള പണിയാണെന്ന് മനസ്സിലായി. അപ്പൊ അന്ന് തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും അവനും കൂടെയുള്ള ഒരു കൂട്ടത്തല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ ദിവസവും ഹോംവർക്ക് താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരില്ല. അത് കഴിഞ്ഞാൽ പിന്നെ സ്പോർട്സിൽ തല്ലേ, അവനും സ്പോർട്സുകാരനാണ്. പിന്നെ സ്പോർട്സിൽ നമ്മൾ ബാസ്കറ്റ് ബോൾ കളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബോൾ പാസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ തരില്ല. ഇങ്ങനെ കൂട്ടത്തല്ലായിരുന്നു. പിന്നെ അവസാനം ലെറ്ററുകൾ തുറന്നു വന്നപ്പോ അവന് 600, എനിക്ക് 595. അപ്പൊ അവൻ ജയിച്ചു അവസാനം. അവന് സന്തോഷമായി. അവന് ഈ വർഷം അവന് സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ കിട്ടിയപ്പോ അവന് സന്തോഷമായി. അവസാനം ആ ഒരു കൂട്ടത്തില് അവനൊരു വലിയൊരു പല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും? എന്റെ ക്ലാസ്സിലുണ്ടായിരുന്നു എന്റെ ഒരു ഫ്രണ്ട്. പക്ഷെ ഡാനിയലും ആദിത്യ പോലെ അത്രയും ടഫ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു റൈവലറി ഉണ്ടായിരുന്നു, എസ്പെഷ്യലി മാത്സ് ആണ്. കാരണം മിക്ക ക്ലാസ്സസിനകത്ത് ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ എന്റെ ഫ്രണ്ടിലാക്കി കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം പുള്ളിക്കാരി ഇപ്പം UCD മെഡിസിൻ ചെയ്യുന്നു. അപ്പം മിക്ക ക്ലാസ് ടെസ്റ്റ് വരുമ്പോഴത്തേനൊക്കെ ചെറിയ ക്ലാസ്സിൽ നമ്മളിങ്ങനെ പോയി കമ്പയർ ചെയ്യും, എനിക്ക് എത്ര കിട്ടി നിനക്കൊക്കെ കിട്ടി. പക്ഷെ എന്നോട് ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ പറയും, പക്ഷെ അവളോട് ചോദിക്കുമ്പോഴത്തേക്ക് അവള് ഒന്നെങ്കിൽ 10% കുറച്ചേ പറയത്തുള്ളൂ. അപ്പൊ നമ്മൾ ഓക്കെ അത്രേ ഉള്ളൂ, ഇപ്പൊ നമ്മളിപ്പോഴും പിടിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ ക്രിസ്മസ് അല്ലെ സമ്മർ റിപ്പോർട്ട് വരുമ്പോഴത്തേക്ക് എന്റെ കയ്യിൽ 10% അവക്കമുള്ളു. അപ്പൊ അങ്ങനെ ഓർക്കുമ്പോഴത്തേക്ക് അങ്ങനെ പാലോർത്തൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളെല്ലാം കേട്ടു, വളരെ മനോഹരം. അതോടൊപ്പം ഇപ്പൊ നിങ്ങളുടെ കുറെ കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്തു. ഇനി നമ്മൾ കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് നമ്മൾ പതുക്കെ പിരിയുന്നു. കുറച്ച് ഫണ്ണി ക്വസ്റ്റ്യൻസ്, അതായത് നിങ്ങൾ അത്ര ലോജിക്കായിട്ടൊന്നും ചിന്തിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് അപ്പം തോന്നുന്ന ആൻസർ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പോൾ ഒരു ചോദ്യം ഇതാണ്, മഴ പെയ്യുന്നത് എങ്ങനെ? ലോജിക്കായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല, അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ പോയി, അതിങ്ങനെ ആദ്യമായിട്ട് പോയി. ഞാൻ ആദ്യം കരുതിയത് ഇന്ദ്രൻ, ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ ആദ്യം കരുതിയത്, ഞാൻ ഹിന്ദു ആയതുകൊണ്ട് നമ്മുടെ അമ്മയച്ഛനും പറയുന്നു ഇന്ദ്രദേവൻ കരുണേന്റെ കാരണം മഴ പെയ്യുന്നതാണ്. സാധാരണ മഴ പെയ്യുന്നത് എങ്ങനെയാ? അത് പിന്നെ ദൈവം കരുതുന്നു. അല്ലല്ല ഇപ്പൊ ഇത് ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. മഴ പെയ്യുന്നത് എങ്ങനെയാ? ചറപറാന്ന്. പിന്നെ വേറൊരു ഇതുള്ളത്, നമ്മുടെ സുഹൃത്തുക്കള്, നിങ്ങളെപ്പോലെയുള്ള സുഹൃത്തുക്കൾ എന്നെ കണ്ടുപിടിച്ച് വരുന്ന ഒരു തമാശകളാണ്. ഈ പേനയിൽ ഒഴിക്കാൻ പറ്റാത്ത മഷി കണ്ടോ? പിന്നെ ഉള്ള ഒരു ഇതാണ്, ഒരു ക്ലോക്കിൽ 13 അടിച്ചാൽ സമയം എത്രയായി? ഒരു ക്ലോക്കിൽ 13 മണി അടിച്ചാൽ സമയം എത്രയായി? ക്ലോക്ക് പൊട്ടിക്കും. 13 പ്രാവശ്യം അടിച്ചിട്ട് ക്ലോക്ക് പൊട്ടിക്കും. അതായത് 13 മണി അടിച്ചു കഴിഞ്ഞാൽ ആ ക്ലോക്ക് മാറ്റേണ്ട സമയമായി. പിന്നെ ഇപ്പൊ കോറസ്, ഇപ്പൊ ഗാനങ്ങളൊക്കെ ആലപിക്കുന്ന സമയത്ത് കോറസ് നമ്മൾ സാധാരണ കാണാറുണ്ട്. അപ്പൊ ഒറ്റയ്ക്ക് കോറസ് പാടാൻ പറ്റുന്നത് ആർക്കാണ്? ഗാനമാല ഉഴപ്പി പോയി കഴിഞ്ഞാൽ കൂവുന്ന ആൾക്കാർക്ക്.
അത് ഒറ്റയ്ക്ക് പാടണം, ഒറ്റയ്ക്ക് ഒരാൾക്ക് കോറസ് പാടുന്ന കാര്യം. അത് ചിലപ്പോൾ പറയാൻ പറ്റുമായിരിക്കും, നാളെ പുരാണങ്ങളിലേക്കൊക്കെ പോയി ചിലപ്പോൾ പറ്റുമായിരിക്കും. ഞാൻ പറഞ്ഞില്ല, ഫണ്ണി ഇതാണ്. ഇല്ല, ഇത് കൂടുതൽ തലയുള്ള ഒരു ശരീരവും കൂടുതൽ തലയുള്ള ആളാണ് അല്ലേ ഒറ്റയ്ക്ക് പുറത്ത് പാടാൻ അല്ലേ. പിന്നെ മറ്റൊരു ഇതെന്താന്ന് വെച്ചാൽ, ഒരു ആനയ്ക്ക് ഒരു കൊല വാഴപ്പഴം വെച്ചു കൊടുത്തു, പക്ഷെ ആനത് കഴിച്ചില്ല. എന്തായിരിക്കും അതിനുള്ള കാരണം? പഴം ഉണ്ടല്ലോ, വാഴപ്പഴം, ഒരു കൊല പഴം സാധാരണ ആനയ്ക്ക് അങ്ങനെയാണല്ലോ കൊടുക്കുന്നത്. വാഴപ്പഴം ഇഷ്ടമുള്ള സംഭവമാണ്. പക്ഷെ ഇത് ആനയ്ക്ക് വെച്ചു കൊടുത്തു, പക്ഷെ ആന കഴിച്ചില്ല. അത് വെച്ചു കൊടുത്ത പ്ലേറ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളതൊന്നും അവിടെ പ്രസക്തി ഇല്ല. അല്ല, സാധാരണ ഭക്ഷണം കൊടുത്താലും കഴിക്കാതിരിക്കുന്ന സമയം എപ്പോഴാണ്? ഉറങ്ങുന്ന സമയം ഇല്ല. ഐ മീൻ എങ്ങനെയാ, എന്തായിരിക്കും അതിനുള്ളൊരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല, ആനയ്ക്ക് വ്രതമായിരുന്നു എന്നാ. ഭക്ഷണം ഇപ്പൊ നമുക്ക് വ്രതമാണെങ്കിൽ നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കാറില്ലല്ലോ. അപ്പോൾ ഇനി വരുന്നവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോൾ ജൂനിയർ സെറ്റ് കഴിഞ്ഞു, ഇപ്പോൾ ജൂനിയർ സെറ്റിലുള്ളവർക്കും ലിവിങ് സെറ്റ് എഴുതാൻ പോകുന്നവർക്കും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന അഡ്വൈസ് എന്താണ്? ഞാൻ അഡ്വൈസ് ചെയ്യുന്ന കാര്യം, ഒരു ഗോൾ സെറ്റ് ചെയ്യണം. അതിൽ എനിക്ക് ആദ്യം ഒരു ഗോൾ ഇല്ലായിരുന്നു. അപ്പം ഇത്ര പോയിന്റ് വേണം, അത് ഏത് കോഴ്സിനാണ് വേണ്ടതെന്നുള്ളൊരു ആദ്യമേ തന്നെ ഒരു നല്ലൊരു ഗോൾ ഉണ്ടെങ്കിൽ, അത് തന്നെയല്ല ചെയ്യാൻ പോകുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ആദ്യമേ തന്നെ നല്ലൊരു ഗോൾ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യും. പിന്നെ അതിനുവേണ്ടി വിൽ ബി മോട്ടിവേറ്റഡ് ടു വർക്ക് ഫോർ ദാറ്റ്. സോ ഐ തിങ്ക് ആദ്യമേ തന്നെ ഒരു ഗോൾ വേണം. പിന്നെ വർഷത്തിൽ തോറും നല്ലൊരു പ്ലാൻ വേണം. അത് ഡെയിലി ആകാം, വീക്ക്ലി ആകാം, മന്ത്ലി ആകാം. സോ ഓരോ ദിവസവും ആ പ്ലാൻ അനുസരിച്ച് പോകും. ഇനി ആ പ്ലാൻ വർക്ക് ചെയ്തില്ല, വീണ്ടും പ്ലാൻ ഉണ്ടാക്കി നമ്മുടെ പരമാവധി ശ്രമിക്കുക പ്ലാൻ അനുസരിച്ച് പോകാനായിട്ട്. പിന്നെ ബാലൻസ് വേണം, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നോക്കണം. പഠിത്തം മാത്രമല്ലാതെ ബാക്കിയെല്ലാം നമ്മുടെ ഹോബീസും എല്ലാം കൂടെ കൂട്ടി ഒരു ബാലൻസിലൂടെ 6 ഇയർ ചെയ്യാൻ നോക്കണം. പിന്നെ പ്രാർത്ഥിക്കുക, അത് ഞാൻ ചെയ്യുമായിരുന്നു. അല്ലെങ്കിൽ ഇനി അഥവാ റിലീജിയസ് അല്ലെങ്കിൽ ഒരു നല്ലൊരു സ്പിരിച്വൽ ലൈഫ് ലീഡ് ചെയ്യുക. സോ യു ഹാവ് ടു കണക്ട് വിത്ത് ദി എൻവയറൺമെന്റ് അറൗണ്ട് യു. സോ അഡ്വൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പറഞ്ഞ പോലെ ഈ ഒരു ടൈം ടേബിൾ വെക്കുക, അല്ലെങ്കിൽ ഒരു ഗോൾ മുമ്പിൽ വെക്കുക. ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾക്ക് 5th ഇയർ തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു തുടങ്ങും, പേരൻസ് അല്ലെങ്കിൽ ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് എല്ലാവരും പറഞ്ഞു തുടങ്ങും ലീവിങ് സെറ്റ് അടുത്താണ്, അപ്പോൾ ഒരു കോഴ്സ് ചൂസ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു കോഴ്സ് മുമ്പ് തന്നെ ഒരു കോഴ്സ് ഡിസൈഡ് ചെയ്ത് വെക്കുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് 5th ഇയർ ആകുമ്പോൾ തന്നെ ഡിസൈഡ് ചെയ്തില്ല. ഞാൻ 6th ഇയർ ഒരു ഡിസംബർ ആകുമ്പോഴാണ് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എടുക്കാന്നുള്ള ഒരു ഡിസിഷൻ ഞാൻ എടുത്തത്. അപ്പോൾ 5th ഇയർ മുതൽ തന്നെ ഈ കോളേജിലത്തെ ഓപ്പൺ ഡേയ്സ് പോവുക, അല്ലെങ്കിൽ കോളേജിലത്തെ പ്രോസ്പെക്ടസ് കിട്ടും. അവിടുത്തെ കോളേജിൻ്റെ ഒരു ബുക്ക്ലെറ്റ്, അതിലിങ്ങനെ ഓരോരോ കോഴ്സസിനെ പറ്റിയിട്ട് ഡിസ്ക്രിപ്ഷൻ വായിക്കുക, അല്ലെങ്കിൽ ഓൺലൈൻ പോയിട്ട് റിസർച്ച് ചെയ്യുക. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ പിന്നെ അതിലത്തെ ഒരു ഡിസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്യാൻ ഇറ്റ് വിൽ മേക്ക് ഇറ്റ് ഈസിയർ. പിന്നെ ഒരു അഡ്വൈസായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എനിക്ക് തോന്നിയത്, എന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്തത് എക്സസൈസിങ് ആണ്. അത് അല്ലെങ്കിൽ സ്പോർട്സ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. അപ്പോൾ പഠിത്തത്തിൻ്റെ തന്നെ കൂടെ സൈഡ് ബൈ സൈഡ് എല്ലാ ദിവസവും ഒരു അറ്റ്ലീസ്റ്റ് 1 hour 60 minutes, യൂഷ്വലി 60 minutes ആണ് എല്ലാവരും പറയാറ് ഒരു ബോഡി ആക്റ്റീവായിട്ട് ഇരിക്കാൻ. അപ്പോൾ എന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്തത്, സ്ട്രെസ് റിലീഫായിട്ട് ഞാൻ എക്സസൈസ് എല്ലാ ദിവസവും ചെയ്യായിരുന്നു. അപ്പോൾ പിന്നെ സ്കൂൾ കഴിഞ്ഞിട്ട്, പഠിത്തം കഴിഞ്ഞിട്ട് 1 മണിക്കൂർ പുറത്ത് പോയിട്ട് ഓടുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഫുട്ബോൾ കളിക്കുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഒരു ടൈം ടേബിളും സ്പോർട്സും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം ഹെൽപ്പ് ചെയ്യും. അതായിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ അതൊരു അഡ്വൈസായിട്ട് ഞാൻ എടുക്കുമായിരുന്നു. എനിക്ക് ഇൻജുവേഴ്സിറ്റി ചെയ്യുമ്പോൾ എല്ലാ പിള്ളേർക്കും വേണ്ടിയുള്ള ഒരു അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ചേച്ചി നടന്മാർ പറഞ്ഞ പോലെ തന്നെ ഒരു ലക്ഷ്യം വെക്കണം, എന്നിട്ട് അതിലേക്ക് വർക്ക് ചെയ്യണം. അന്ന് പഠിപ്പിക്കുന്ന പാഠങ്ങളെല്ലാം അന്ന് തന്നെ ചെയ്യണം. അതാണ് ഞാൻ ചെയ്തത്. പിന്നെ റിവൈസ് സ്മോൾ മന്ത്സ് റെഗുലർലി, അതെൻ്റെ ടീച്ചർ പറഞ്ഞു. സോ പിന്നെ ഈവൻ ചെറിയ ടെസ്റ്റ് ആണെങ്കിൽ പോലും അതിനും നന്നായിട്ട് പഠിക്കണം. പിന്നെ സോ അത് പഠിത്തം തന്നെ കൂടാതെ
do what you like to do, and പ്രാർത്ഥന വേണം, പിന്നെ be confident in yourself. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ മണിക്കൂർ പഠിക്കുന്ന ഒരാൾക്കല്ല ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുക. പക്ഷെ അത് ആ സമയം എത്രമാത്രം എഫിഷ്യൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഓർക്കാണ് ഏറ്റവും കൂടുതൽ നല്ല മാർക്ക് മേടിക്കാൻ പറ്റുന്നത്. അപ്പം കഴിഞ്ഞ വർഷം എനിക്ക് കിട്ടിയിരിക്കുന്നതിൽ 2 ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടിപ്സ് എനിക്ക് കിട്ടിയത് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് എൻ്റെ പ്രിൻസിപ്പൽ പറഞ്ഞു, അത് ആദ്യം നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് പഠിക്കുക, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ് പഠിക്കുക, ആൻഡ് തേർഡ് സെക്കൻഡ് ഇഷ്ടമുള്ള സബ്ജക്റ്റ് പഠിക്കുക. അപ്പം റെഗുലർലി ഇപ്പം ഒരു രാവിലെ ആയിരിക്കുമ്പോഴത്തേന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാത്സ് ആയതുകൊണ്ട് ഐ വുഡ് സ്റ്റാർട്ട് വിത്ത് മാത്സ്, ആൻഡ് ദെൻ സെക്കൻഡ് എനിക്ക് ഇംഗ്ലീഷ് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു, അപ്പം ഇംഗ്ലീഷ് ഇരുന്ന് പഠിക്കുമായിരുന്നു, ആൻഡ് തേർഡ് ഫിസിക്സ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ മിക്ക പിള്ളേരും ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ പോകുമ്പോഴത്തേന് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് പഠിച്ചു വരും, പക്ഷേ അവസാനം എത്തുമ്പോൾ ഇഷ്ടമില്ലാത്ത സബ്ജക്ട്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം കുഴപ്പം പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മാർക്സ് വോണ്ട് ബി ബാലൻസ്ഡ്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിനും നമ്മൾ മെറ്റീരിയൽ കവർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്കും ഒരു ആത്മവിശ്വാസമുണ്ട്, ഓക്കെ എനിക്കിപ്പോൾ ഇംഗ്ലീഷ് ഇഷ്ടമില്ല പക്ഷെ എന്നാലും എനിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പ് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ റിവ്യൂ ആണ്. ഇപ്പം ഒരു ദിവസം കേൾക്കുമ്പോഴത്തേക്കിന് ഞാനിപ്പോൾ ഓരോ സബ്ജക്റ്റിനോടും ഒരു ചാപ്റ്റർ ഞാൻ പഠിക്കുമെന്ന് ഞാൻ ഒരു പേപ്പറിൽ എഴുതും, എന്നിട്ട് ഞാനത് രാവിലെ എല്ലാം കഴിഞ്ഞിട്ട് രാത്രി കിടക്കാൻ പോകുമ്പോൾ ഞാൻ ആ ഷീറ്റ് ഒന്നുകൂടെ റിവ്യൂ ചെയ്യും. അപ്പം അത് ഞാൻ നോക്കും എത്രയൊക്കെ എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റി. അപ്പം കുറച്ചൊക്കെ ഫുൾഫിൽ ചെയ്യാൻ പറ്റി കാണും, ചിലപ്പോൾ പറ്റുന്ന തരത്തില്ല. അപ്പം ആ പറ്റാത്തത് നെക്സ്റ്റ് ദിവസത്തിലേക്ക് ക്യാരി ഓവർ ചെയ്യും. പക്ഷേ ബൈ വീക്കെൻഡ് എല്ലാം എല്ലാം ടിക്ക് ചെയ്തിരിക്കും. അതാണ്. അപ്പം നമുക്ക് ഒരു ക്ലിയർ ഐഡിയയും കിട്ടും, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഒരു കോൺഫിഡൻസും കിട്ടും. ഓക്കെ എനിക്കിപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു, എനിക്ക് ഇനിയിപ്പോൾ ഇത്രയും കൂടെ പഠിച്ചാൽ മതി. അതാണ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ മണിക്കൂർ പഠിക്കുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല, പക്ഷെ ആ പഠിക്കുന്ന മണിക്കൂർ എത്ര എഫിഷ്യൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നോ അവിടെയാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. അപ്പോൾ ഒത്തിരി നന്ദി നിങ്ങൾ ഇവിടെ എത്തിയതിനും നിങ്ങളുടെ ഈ പഠനകാലത്തുള്ള കാര്യങ്ങളും എല്ലാം ഞങ്ങളോട് പങ്കുവച്ചതിന്, പ്രേക്ഷകരോട് പങ്കുവച്ചതിന് ഒത്തിരി നന്ദി. നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും കിടക്കുന്നതേ ഉള്ളൂ അല്ലേ? ഇനി പല ഘട്ടങ്ങളും കിടക്കുന്നതേ ഉള്ളൂ. ഒരു ചെറിയൊരു ഘട്ടം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. വീണ്ടും ഉന്നതിയിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഇപ്പോൾ ഓണാശംസകൾ നൽകുന്നതെന്ന്. ഓണം ഓഗസ്റ്റ് 30 കഴിഞ്ഞു. എന്നിരുന്നാലും പ്രവാസി മലയാളികളായ നമുക്ക് ഓണം ഏകദേശം 2 മാസത്തോളം നീണ്ടു നിൽക്കുന്നതാണ്. ഇപ്പോൾ ഒക്ടോബർ മാസത്തിലും ഓണാഘോഷ പരിപാടികൾ നടക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. ഇന്ന് നമ്മോടൊപ്പം ഒരു ഗായികയുണ്ട്, നമുക്ക് പരിചയപ്പെടാം. ബിന്ദു ബെന്നി. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ് ഓണവിശേഷങ്ങൾ? ഓണവിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ നാട്ടിലായിരുന്നപ്പോൾ നമ്മളുടെ അമ്മമാരും എല്ലാവരും നമുക്ക് പ്രത്യേകതരം കറികളും പ്രത്യേകതരം ഇലയിൽ വിളമ്പി കഴിച്ച് പിന്നെ ഊഞ്ഞാലാടുന്നു, ഓണപ്പാട്ടുകൾ കേൾക്കുന്നു. അങ്ങനെ ഒത്തിരി ഓർമ്മകളുണ്ട്. പക്ഷേ അതിൽ എല്ലാം തന്നെ നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കുന്നില്ലെങ്കിലും അതിൽ ഒരു 80% നമ്മുടെ ആ സ്മരണകൾ നമ്മളുടെ മക്കൾക്ക്, അതായത് അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായും ഓണവിശേഷങ്ങൾ. അതെ, പ്രവാസി മലയാളികളായ നമുക്ക് ഏകദേശം 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഓണപ്പരിപാടികളാണ്. ഇപ്പോൾ ഓൺലൈൻ പത്രങ്ങൾ എടുത്ത് നോക്കിയാലും അയർലൻഡിൽ വിവിധ സ്ഥലങ്ങളിൽ ഓണാഘോഷം നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത മാസവും ഓണാഘോഷം ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതൊരു നാട്ടിലാണെങ്കിൽ ഓണം കഴിഞ്ഞു, ഓണം വന്നു, തിരുവോണം കഴിഞ്ഞു, മൂന്നാം ഓണം കഴിഞ്ഞു, ഓണാഘോഷം തീർന്നു. ഇപ്പോൾ അടുത്തിടെ ഒരു ക്രിസ്തീയ ഭക്തിഗാനത്തിൻ്റെ CD റിലീസ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിനകത്തൊരു പാട്ട് പാടിയിട്ടുണ്ടല്ലേ? അത് ഏത് പാട്ടാണ്? അതൊരു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് ആണ്. അതിൻ്റെ തുടക്കം രണ്ടുപേരും മൂളാമോ? രണ്ടുപേരും മൂളാം. നാഥാ നിന്നെ അറിഞ്ഞിടുവാൻ, നിൻ സ്നേഹം അറിഞ്ഞിടുവാൻ, അങ്ങനെ തുടങ്ങുന്ന ഒരു പാട്ടാണ്. ഇത് എഴുതിയത് എൻ്റെ ഭർത്താവ് തന്നെയാണ്, ബെന്നി ചെമ്മനം. അദ്ദേഹം ആ CD-യിൽ ഒരു 15ഓളം പാട്ടുകൾ എഴുതുകയും ആ പാട്ടുകൾ മൊത്തം അദ്ദേഹം ഭർത്താവാണ്. പിന്നീട് അത് ഡൽഹിയിലുള്ള ഞങ്ങളുടെ ഒരു സുഹൃത്ത്
അതിന് മ്യൂസിക് കൊടുക്കുകയും ഏതാണ് സുഹൃത്ത്? സ്കറിയ ജേക്കബ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് അതിന് മ്യൂസിക് കൊടുക്കുകയും അത് ഈ വർഷം ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ റെക്കോർഡിങ് നമുക്ക് അതിനൊരു ഭാഗ്യമുണ്ടായി. നമ്മളുടെ ഒത്തിരി ഫേമസ് സിംഗേഴ്സ് മാർക്കോസ് മുതൽ ഒത്തിരി ആളുകളെ കൊണ്ട് നമ്മൾ പാടിപ്പിക്കാനും അങ്ങനെ ആ CD ഇവിടെ ഈ 2 മാസം മുമ്പ് അത് പ്രകാശനം ചെയ്തു. നമ്മുടെ ചർച്ചിൽ അച്ഛനാണത് ചെയ്ത് അതിനകത്ത് ഇൻട്രോ ചെയ്തിരിക്കുന്നത്. സംഗീത സംവിധാനം ചെയ്തിരിക്കുന്ന ആരാണ്? സംഗീത സംവിധാനം സ്കറിയ ജേക്കബ് തന്നെയാണ് എല്ലാം ചെയ്തത്. പക്ഷെ ഞാൻ കേട്ടത് ഒരെണ്ണം എനിക്ക് അങ്ങനെ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് ഒരെണ്ണം എനിക്ക് ചെയ്യാനുള്ള ഒരു ഏത് ഗാനം അത്? അത് പരിശുദ്ധ ബലിവേദിയിൽ നിന്ന് പറയുന്ന ഒരു ഇതിനകത്ത് 2ാമത് കൊടുത്തിരിക്കുന്ന ഒരു സോങ് ആണ്. അതങ്ങനെ ഒരു മനസ്സിലൊരു ട്യൂൺ കിട്ടി അങ്ങനെ അത് മ്യൂസിക് അയർലൻഡിൽ അവൈലബിൾ ആണോ? അയർലൻഡിൽ അവൈലബിൾ ആണ്. എവിടെയൊക്കെയാണ് അത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് പിന്നെ നമ്മുടെ ചർച്ചിൽ പോകുമ്പോഴും അങ്ങനെ എല്ലാവർക്കും നമ്മൾ കൊടുക്കുന്നുണ്ട് CD. പിന്നെ ഞാൻ ഒത്തിരി വലിയ ഗായികയൊന്നുമല്ല. പാട്ടിനോട് ഒത്തിരി ഇഷ്ടമായിരുന്നു ചെറുപ്പം മുതൽ. പക്ഷെ അത് നമ്മളുടെ ജോലിയും ഒക്കെ കാരണം നമുക്കത് ഒത്തിരി അങ്ങോട്ട് പഠിക്കാനൊന്നും അവസരം കിട്ടിയില്ല. ഇപ്പോൾ പാട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. മംഗള രാജേഷാണ് എൻ്റെ ടീച്ചർ. ഇപ്പം ഞാൻ കഴിഞ്ഞ 1 വർഷത്തോളമായി പാട്ട് പഠിക്കുന്നു. അത് കണ്ടിന്യൂ ചെയ്യാനാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ചെറിയ കഴിവുകൾ. അത് നമ്മൾ ഒരിക്കലും ലൂസ് ചെയ്യാതെ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. അപ്പോൾ അതുകൊണ്ട് പാട്ട് പഠിക്കുന്നു. പിന്നെ അതിന് സപ്പോർട്ടായിട്ട് എൻ്റെ ഭർത്താവുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഗായിക എന്നുള്ള ആ ഒരു ഇതിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം സദ്ഗമയ സത്സംഗിൻ്റെ പ്രതിനിധി ശ്രീ അജയൻ PK ഉണ്ട്. അപ്പോൾ അജയൻ PKയുടെ ഓണ സന്ദേശം കേട്ടിട്ട് തിരിച്ചു വരാം. നമസ്കാരം. വീണ്ടും ഒരു ഓണക്കാലം വരവായി. പ്രജാതൽപരനും ധർമ്മിഷ്ഠനുമായ അസുര ചക്രവർത്തി മഹാബലി തിരുമനസിനെ ദേവലോകം കൈയടക്കുമെന്ന് ഭയന്ന ദേവന്മാരുടെ അഭ്യർത്ഥന പരിഗണിച്ച് മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. അങ്ങനെ ക്രൂരനായ വാമനൻ്റെ ചവിട്ടേറ്റ് പാതാളത്തിലേക്ക് നല്ലവനായ അസുര ചക്രവർത്തി നിപതിക്കുകയും കേരളത്തിലേക്ക് ഓണക്കാലത്ത് അദ്ദേഹത്തിന് വന്ന് വീണ്ടും തൻ്റെ പ്രജകളെ കാണാനുള്ള അവസരം അദ്ദേഹം കൊടുക്കുകയും ചെയ്തു. ഇതാണ് നാം ഓണത്തിനെ പറ്റി പ്രചാരമായി കേട്ടിട്ടുള്ള ഐതിഹ്യം. ഇതിൽ നിന്നും വ്യത്യസ്തമായി ഈ ഐതിഹ്യത്തിൽ നിന്നും വ്യത്യസ്തമായി ശ്രീമദ് മഹാഭാഗവതത്തിൽ അഷ്ടമസ്കന്ധത്തിൽ 18 മുതൽ 23 വരെയുള്ള അധ്യായങ്ങളിലായി ഭഗവാൻ വിഷ്ണുവിൻ്റെ വാമന അവതാരത്തെപ്പറ്റി മഹാബലി ചക്രവർത്തിയുടെ ചരിത്രത്തെയും പ്രതിപാദിക്കുന്ന ഒരു പുരാണ കഥയുണ്ട്. അത് നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതാണ്. മഹാഭാഗവതത്തിലെ കഥാസന്ദർഭമനുസരിച്ച് മഹാബലി ചക്രവർത്തിയെ വാമനമൂർത്തി പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയിട്ടില്ല. വാമനനായി അവതരിച്ച സാക്ഷാൽ വിഷ്ണു ഭഗവാൻ കാൽപാദം മഹാബലിയുടെ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. മഹാബലി ഒരു മഹാനായ വിഷ്ണു ഭക്തനും കൂടിയാണ്. മഹാബലിയെ പിതാമഹനായ ഭക്തപ്രഹ്ലാദനും മറ്റ് അനുയായികളോടും കൂടി സ്വർഗത്തേക്കാൾ സുന്ദരമായ സുതലം എന്ന തലത്തിൽ സകല സുഖത്തോടും കൂടി വസിക്കാൻ അനുവദിച്ചുവെന്നുമാണ് മഹാഭാഗവതത്തിലെ കഥ. മഹാഭാഗവതത്തിലെ ഈ കഥ ഭഗവാൻ വിഷ്ണു സുതലദ്വാരത്തിൽ, അതായത് സുതലം എന്ന മഹാബലിക്ക് താമസിക്കുവാൻ കൊടുത്ത ആ പ്രത്യേക സ്ഥലത്തിൻ്റെ കാവലാളായി ഭഗവാൻ തുടരുന്നു എന്നാണ് കഥ അവസാനിക്കുന്നത്. തൻ്റെ ഭക്തന് വേണ്ടി ഒരു ഭൃത്യൻ്റെ ജോലി ചെയ്യുവാൻ പോലും അദ്ദേഹം തയ്യാറായി വന്നിരിക്കുന്നു എന്നതാണ് മഹാഭാഗവതം ഉദ്ഘോഷിക്കുന്ന ഈ കഥ. ഇത് നമ്മൾ കേട്ടുവരുന്ന കഥകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണെന്നുള്ള കാര്യം പറയാതിരിക്കാൻ വയ്യ. ഓണം ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് നാം പ്രവാസി മലയാളികളാണ്. തുമ്പപ്പൂവും തുമ്പിതുള്ളലും തുമ്പപ്പൂ ചോറും വള്ളംകളിയും വഞ്ചിപ്പാട്ടും വടംവലിയും പുലികളിയുമൊക്കെയായി ഓണം അങ്ങ് കേരളത്തിലും ഈ നാട്ടിലും മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം നാം ആഘോഷിക്കുന്നു. നമ്മളുടെ പരിമിതി മൂലം ഈ പ്രോഗ്രാം നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ ഒരുപക്ഷെ ചിങ്ങമാസത്തിലെ തിരുവോണനാൾ കഴിഞ്ഞിട്ടുണ്ടാവും. എങ്കിൽ കൂടെ കേരള ഹൗസ് ലിഫി സൗണ്ട് FM-ൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സദ്ഗമയ സത്സംഗിൻ്റെ പേരിലുള്ള ഹൃദയംഗമമായ മംഗളകരമായ
വർണ്ണാഭമായ ഒരു തിരുവോണം, ഒരു നല്ല ഓണം ആശംസിച്ചുകൊണ്ട് വിടാം. ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയ ഒരു മമ്മൂട്ടിയുടെ ഒരു സിനിമയുണ്ട്, അതായത് ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു മമ്മി എന്നുള്ളൊരു പാട്ട്, ഭാസ്കർ ദ റാസ്കൽ മമ്മൂട്ടിയുടെ സിനിമ. ഇപ്പം എല്ലാ കൊച്ചുകുട്ടികൾക്കും കാണാൻ ഇഷ്ടമാണ് ആ പാട്ട്. തീർച്ചയായും. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് സൗമ്യ സജേഷും മകൾ നിധിയും ആ പാട്ട് പാടിയിട്ടുണ്ട്. നമുക്ക് ആ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വന്നല്ലോ. തീർച്ചയായിട്ടും. I love you, I love you, I love you, mummy. മേനിർക്കണങ്ങൾ മായാം ഒരു പാട്ട് മൂളം കാതിൽ, ഈ കണ്ണാ ചുണ്ട നെഞ്ചൽ തേനും മധുരം ഈ നാട്ടുമാവിൽ മേലെ തെങ്കതിരുകളാലും നാളെ ഈ രാക്കിനാവൻ കൂട്ടിൽ ചായം പൂന്നിരാവല്ലേ. പൂങ്കാറ്റു വന്നി പൂക്കൾ ചേർത്തു നെഞ്ചിൽ ചാരെ, ഈ പാതിരാ താരം നോക്കി നിന്നു ദൂരെ, ഈ മൂകവാനിൻ കോണിൽ ദീപനാളം പോലെ, ഈ കനവിലും നിനവിലും കതിരൊളിയായി. I love you, I love you, I love you, mummy. I love you, I love you, I love you, mummy. അന്നാട്ടുകട്ടൽ പോലെ മടിമേലിറക്കി എന്നെ, എൻ കാതൽ തോറാറേറെ താരാട്ടുകൾ പാടി, ഈ രാവുറങ്ങിടാതെ പകരം മുഴുക്കും പാട്ടിൽ, ആ പോയ കാലം കൂടി നിറച്ചിരി കാട്ടുതേനില്ലേ. മൺവീണയായി ഞാൻ നിന്നു മൗനഗാനം പോലെ, എന്നോവ് തേങ്ങി പിന്നെ നിഞ്ചേരിക്കായി പൊന്നെ, ഈ മൂകവാനിൻ കോണിൽ സ്നേഹദീപം പോലെ, ഈ കനവിലും നിനവിലും കതിരൊളിയായി. I love you, I love you, I love you, mummy. I love you, I love you, I love you, mummy. പണി നീക്കുടങ്ങൾ ചായം ഒരു പൂവനൻ പോലെന്നും, ഈ ഉള്ളിലുള്ള വാഴും എന്നമ്മ നിലവേ, ഈ കൈ കുടങ്ങൾക്കുള്ളിൽ നീ തഴുകി നിർത്തും ചൂടിൽ, ഈ കോടമഞ്ഞിൽ മൂടിയിറങ്ങാൻ ചേലയാനി കൂടെ. ചെന്താമരപ്പൂ പോലെ വാടി നിൽക്കാതെ വാ, ഈ മാറിലാലോലം ചായുറങ്ങാൻ വായോ, ഈ മൂകവാനിൻ കോണിൽ താരജാലം പോലെ, ഈ കനവിലും നിനവിലും കതിരൊളിയായി. I love you, I love you, I love you, mummy. I love you, I love you, I love you, mummy. La la la, la la la, la la la, mummy. I love you, I love you, I love you, mummy. ഇതിപ്പോൾ ഓണക്കാലമായതുകൊണ്ടും ഒരു ഗായിക അടുത്തിരിക്കുന്നത് കൊണ്ടും ഒരു ഓണപ്പാട്ട് പാടാതെ എന്തായാലും പോകുന്നത് ശരിയാണോ? അയ്യോ, അപ്പോൾ ഒരു 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 ഓണപ്പാട്ട് ഒന്ന്. ഓ സോറി, ഓണത്തിൻ്റേതായിട്ടുള്ളൊരു പാട്ടുകളും ഞാൻ പ്രിപ്പയർ ചെയ്ത് വന്നില്ല, കാരണം എനിക്കറിയില്ലായിരുന്നു പാടണമെന്ന് ഇവിടെ. പക്ഷേ എപ്പോഴും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പഴയ ഒരു ഗാനം, ഒരു പഴയ കാലത്തിൻ്റെ ഓർമ്മയിൽ കൊണ്ടുപോകുന്ന ഒരു പാട്ടുണ്ട്. 80കളിലെ ഒരു പുതിയ ഒരു പഴയ പാട്ട്. ശരി, ഏത് പാട്ടാണ് അത്? എസ് ജാനകിയമ്മ പാടിയ ഇളയരാജ സാറ് സംവിധാനം ചെയ്ത ഒരു പാട്ട്, പുത്തൻ പുതുക്കാലെ എന്ന് പറയുന്നത് തമിഴ് പാട്ട് കൂടിയാണ്. തമിഴ് പാട്ട് വളരെ മനോഹരം. ഓണക്കാലമാണെങ്കിലും നൊസ്റ്റാൾജിക് ഇതിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആ പാട്ട് കൊണ്ട് പറ്റും. തീർച്ചയായിട്ടും അത് ഞാൻ പാടാൻ ശ്രമിക്കുന്നു. അപ്പം അത് നമുക്ക് കേട്ടു നോക്കാം.
നമ്മോടൊപ്പം ഒരു അച്ഛനുണ്ട്, പ്രസിഡന്റ് മിനിസ്ട്രി ഇന്ത്യയുടെ ഡയറക്ടറാണ് അദ്ദേഹം, ഫാദർ ജോൺ പുതുവ. അദ്ദേഹത്തിൻ്റെ ഓണ സന്ദേശം കേട്ടിട്ട് തിരിച്ചു വരാം. ലിഫി സൗണ്ട് FM-ൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ. മലയാളിയുടെ തനതായ ആഘോഷമാണ് ഓണം. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ആയിരുന്നാലും ഓണം എന്ന ഉത്സവം, ആഘോഷം മലയാളി ആഘോഷിക്കുന്നു. കാരണം എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന, എല്ലാവരെയും സ്നേഹത്തിൽ ഒന്നിപ്പിക്കുന്ന ഒരു വലിയ ആഘോഷമാണ് ഓണം. മഹാബലി എന്ന രാജാവ് വസിച്ചിരുന്നൊരു കാലം എല്ലാ മനുഷ്യരും ഒന്ന് എന്നുള്ള ഭാവത്തിൽ, അവിടെ ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും ഒന്നായി ജീവിച്ചിരുന്നൊരു കാലം. ആ കാലത്തിൻ്റെ പുനരവതരണമെന്ന് വേണമെങ്കിൽ വിളിക്കാം, ഓർമ്മകളെന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. പക്ഷേ ഇന്ന് നമുക്കത് ആവശ്യമാണ്. അത് എന്നും ഓർമ്മിപ്പിക്കുന്ന ഒരാഘോഷമാണ് ഓണം എന്ന് പറയുന്നത്. അന്ന് പട്ടിണിയുണ്ടായിരുന്നു, പരിഭവങ്ങളുണ്ടായിരുന്നു. എങ്കിലും ഈ പട്ടിണിയിലും പരിഭവങ്ങളിലുമൊക്കെയും ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് സുഖമാണ്, സമൃദ്ധിയാണ്, എല്ലാം ഉണ്ടെങ്കിലും ഈ ഒരു സന്തോഷത്തിൻ്റെ ഒരു കുറവ് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഒരു ഇല്ലം, ആ ഇല്ലത്ത് എന്നും ആഘോഷമാണ്, എന്നും സമൃദ്ധിയായ ഭക്ഷണമാണ്. അതുകൊണ്ട് ഇല്ലത്തുള്ള കുഞ്ഞുങ്ങൾക്കോ മുതിർന്നവർക്കോ പോലും ഓണം എന്നാണെന്ന് ഓർമ്മ വരുന്നില്ല. അതുകൊണ്ട് കുട്ടികളൊരു കംപ്ലൈൻറ്റ് ചെയ്തു ഇല്ലത്തിൻ്റെ അധിപനോട്, ഓണം എന്നാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയണം, അതെന്നാന്ന് അറിയുന്നില്ല. ഇല്ലത്തിൻ്റെ അധികാരി ഈ കുട്ടികളോട് പറഞ്ഞു, വലിയ പപ്പടം കിട്ടുന്ന ദിവസം അതാണ് നിങ്ങൾക്ക് ഓണം. ഇന്ന് സമൃദ്ധിയുണ്ട്, ആഘോഷങ്ങളുണ്ട്, കുടുംബങ്ങളിൽ എല്ലാ സമൃദ്ധിയുടെ നിറവുമുണ്ട്. പക്ഷേ ഇന്ന് സന്തോഷത്തിൻ്റെ ഒരു കുറവ് ചിലപ്പോഴൊക്കെ അനുഭവിക്കുന്നു. ആ പഴയകാലത്ത് നിന്നിരുന്ന ആ ഒരു നന്മയുടെ ഒരു ലോകം ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്നു. ആ അന്യത നമ്മൾ അനുഭവിക്കാനിടയാകരുത്. പുണ്യം അറ്റുപോയിട്ടില്ല എന്ന് കവി പാടിയിട്ടുണ്ട്. പുണ്യം അറ്റുപോകാനിടയാകരുത്. മലയാളി ഓണത്തിൽ മാത്രം ഐക്യം പ്രകടമാക്കേണ്ട ഒന്നല്ല, മറിച്ച് ജീവിതം മുഴുവനും മലയാളികൾ മുഴുവനും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും നന്മയുടെയും ഒരു ജീവിത ശൈലി വാർത്തെടുക്കേണ്ടതാണ്. അതാണ് തിരുവോണം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നന്മയുടെ ഒരു കാലം, സമൃദ്ധിയുടെ ഒരു കാലം, സ്നേഹത്തിൻ്റെ ഒരു കാലം. അവിടെ ആത്മീയതയുടെ ഒരു ഉണർവും മലയാളി അനുഭവിക്കാനിടയാകണം. അതാണ് തിരുവോണം. തിരുവോണത്തിൻ്റെ എല്ലാ മംഗളങ്ങളും സ്നേഹപൂർവ്വം നിങ്ങൾക്ക് ആശംസിക്കുന്നു. അപ്പോൾ ഗായിക എന്ന നിലയിൽ വീണ്ടും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.